വേദിയിലെ മെക്സവൻ തായക്കോട് കോർഡിനേറ്റർ ഉണ്ണീൻ സാർ, അതുപോലെ ഫെബിന ഹബീബ്, സോണൽ കോർഡിനേറ്റർ ചീഫ് ട്രെയിനർ ജിതേഷ്, ലീഡേഴ്സ്, ട്രെയിനേഴ്സ്, കോർഡിനേറ്റേഴ്സ്, പരിസര പ്രദേശങ്ങളിൽ എത്തിയ എൻ്റെ പ്രിയപ്പെട്ട ലീഡേഴ്സ്, കോർഡിനേറ്റേഴ്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബർ 4-ാം തീയതി ആരംഭിച്ച നിങ്ങളുടെ മെക്സവൻ തായക്കോട്ട് ഇന്ന് ഏകദേശം ഒരു വർഷത്തോട്ട് അടുക്കുകയാണ്. വളരെ സുത്യർഹമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സെൻ്ററാണ് മെക്സവൻ തായക്കോട്ട്. അതിൻ്റെ സാരഥികൾ ലീഡേഴ്സ് ടീം തായക്കോട്ട്. അതൊരു വല്ലാത്ത സ്പിരിറ്റാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ മുതൽ നിങ്ങളിന്ന് ഇവിടെ സജീവമാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നോടി തന്നെ നിങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ഈ ഗ്രൗണ്ടിൽ. അപ്പോൾ അതിൻ്റെ പല പ്രോഗ്രാമുകളിൽ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ എല്ലാ സാരഥികൾക്കും ടീം തായക്കോടിൻ്റെ എല്ലാ മെമ്പേഴ്സിനും, ലേഡീസ് മെമ്പേഴ്സ്, ജെൻറ്റ്സ് മെമ്പേഴ്സ്, എല്ലാവർക്കും ഹൃദ്യമായ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നേരുന്നു. കൂടാതെ എനിക്ക് എസ്പെഷ്യലി എടുത്ത് പറയാനുള്ളത്, ഇപ്പോൾ ഇവിടെ തായക്കോട് സെൻറ്ററിൽ നിന്ന് ഏകദേശം 8ഓളം മെമ്പേഴ്സിന് ഇവിടെ സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റ് വയനാട് വെച്ച് നടക്കുകയുണ്ടായി. അതിൽ 8ഓളം പേർക്ക് അല്ലേ ഏകദേശം വിന്നേഴ്സായി മാറിയിട്ടുണ്ട്. 8ഓളം പേര്. ആ 8ഓളം പേര് ഒന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് മുന്നോട്ട് വരാൻ പറ്റിയെങ്കിൽ വന്നിരുന്നു, നന്നായിരുന്നു ഒന്ന് കാണാൻ. വയനാട് ടീം. ഓ, വെരി ഗുഡ്. ഈ 8ഓളം പേരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കും അല്ലേ. 2, 4, 6, 8 പേരുണ്ട്. ഒരുപക്ഷെ ഈ 8 പേരിൽ ഉണ്ണീൻ സാർ അവർക്ക് ഒരുപക്ഷെ നേരത്തെ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും. ഇതിൽ നേരത്തെ മീറ്റിൽ പങ്കെടുക്കുന്ന ആരും ഉണ്ടായിരുന്നു? സ്പോർട്സ് ഒരാൾ മാത്രമേ ഉള്ളൂ. ഒള്ളി അനീഷ് മാർ. ബാക്കി സ്പോർട്സ്മാൻ. ബാക്കി ഇത്രയും 7 പേരും ആദ്യമായിട്ടാണ് ഒരുപക്ഷെ ഇത്രയും ഒരു മാസ്റ്റേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത്. പക്ഷേ വളരെ സുന്ദരമായും വളരെ ലളിതമായിട്ട് ഇവരെ വിന്നേഴ്സായി. എന്താണ് പ്രേരണ കിട്ടിയത്? എങ്ങനെയാണ് അവർ അങ്ങനെ ഒരു മീറ്റിങ്ങിൽ പോകാം, എനിക്കതിന് സാധിക്കുമെന്നുള്ള ഒരു ചിന്ത അവരിലേക്ക് വന്നത്? അത് മെക്സവൻ തന്നെയായിരുന്നു. ഗുഡ്. ഇന്ന് മെക്സവൻ അവർക്ക് വലിയ രീതിയിൽ അവർക്ക് സ്റ്റാമിന, എനർജി അല്ലേ. ആദ്യം നമുക്കറിയാമായിരുന്നു, ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഓടുമ്പോഴേക്കും നടക്കുമ്പോഴേക്ക് ക്ഷീണം നമ്മളെ ബാധിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് അക്ഷീണം നമുക്ക് എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഓടാനും നടക്കാനൊക്കെ ഉള്ള ശക്തി, ഒരു ഊർജ്ജം നമ്മുടെ ശരീരത്തിനകത്ത് നമുക്ക് മെക്സവൻ വഴി ഈ കുറഞ്ഞ കാലയളവ് വഴി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അവരുടെ വിജയരഹസ്യമെന്ന് ഞാൻ കരുതുന്നു. ആണോ അല്ലേ? മെക്സവൻ നിങ്ങളെ പ്രാപ്തരാക്കി എന്ന് പറഞ്ഞാൽ സത്യമാണ്. അല്ലാതെ മെക്സവൻ ഇല്ലാതെ അവർക്ക് അത് പക്ഷേ സാധ്യമാകുമായിരുന്നില്ല. കാരണം അങ്ങനെ ഒരു സംബന്ധന അവരെ മനസ്സിലേക്ക് വരില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഊർജ്ജം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ള മുന്നോട്ട് വരാനുള്ള കപ്പാസിറ്റി അവർ കാണിക്കില്ലായിരുന്നു. പക്ഷേ ഇന്ന് അവരെ പ്രായത്തെ മറന്നും കൊണ്ട് അല്ലേ, പ്രായത്തെ മറന്നും കൊണ്ട് തന്നെ പറയാം. ഇതിനകത്തെല്ലാം അവർ എബോവ് 50 ആയിരിക്കും അല്ലേ, 50-60 എബോവ് 50-60 ഓക്കെ. പക്ഷേ അവരെയൊക്കെ മാനസികമായിട്ട് അവരെയൊക്കെ ഇന്ന് എത്രയാണ്, ഒരു 20 വയസ്സുകാരനാണ്. 20 വയസ്സുകാരൻ്റെ ഊർജ്ജവും ആ മാനസികാവസ്ഥയുമാണ് ഇന്ന് അവരുടെ മുഖത്തൊക്കെ ശരീരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് മെക്സവൻ മാജിക്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഈ 8 മെമ്പേഴ്സിനും എൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നേടി. അവരുടെ ക്ലാപ്പിംഗ് പഠിക്കും, എല്ലാവരും ക്ലാപ്പിംഗ്. ഓക്കെ, മെക്സവൻ്റെ ക്ലാപ്പിംഗ് ആണ് എനിക്ക് വേണ്ടത്. മെക്സവൻ ക്ലാപ്പിംഗ്. നമ്മൾ കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ് അവരുടെ അച്ചീവ്മെൻറ്റിൽ. ഓക്കെ, അപ്പം പൂർണ്ണമായിട്ടും അല്ല 5 കഴിഞ്ഞിട്ട് ഞാൻ കൂടെ കൊടുക്കും. ഓക്കെ, റെഡി? പറഞ്ഞു. Good. Congratulations, team Thayakot winners of Masters programs. അപ്പോൾ ഇതാണ് സ്ഥിതി അല്ലേ. നമുക്ക് മനസ്സ് ആഗ്രഹിച്ചാൽ നമുക്ക് ശരീരം കൊണ്ട് നമുക്കെല്ലാം നേടിയെടുക്കാൻ സാധ്യമാണ് എന്ന് മെക്സവൻ തെളിയിച്ചു കഴിയും അല്ലേ. അപ്പോൾ അതിനുള്ള ശക്തമായ ഊർജ്ജം ഒരു ഇൻബിൽറ്റ് നിങ്ങളുടെ ശരീരത്തിനകത്ത് മെക്സവൻ വഴി. അതെ, ജിതേഷ് പറയുന്ന അടുത്തതാണ് 30 ആളുകൾ തയ്യാറാണ്. ഞാൻ പറയുന്ന ഇവിടെ നിന്ന് എല്ലാവരും പോയാൽ എല്ലാവർക്കും അതിൽ കയറി പിടിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ രഹസ്യം അല്ലേ. മെക്സവൻ്റെ രഹസ്യം അതാണ്. അപ്പോൾ
നമ്മൾ 2-3 ഫീഡ്ബാക്സ് ഇവിടെ കേട്ടു. ഇവിടെ എന്താണ്, അതേപോലെ തന്നെ മുഹമ്മദ് സാറുണ്ട് ഇവിടെ, 80 വയസ്സുള്ള അദ്ദേഹം ഇവിടെ ഉണ്ടോ? മുഹമ്മദ് സാറെ നോക്കും, അദ്ദേഹത്തെ ഒന്ന് കാണും. 80 വയസ്സാണ്. ഇന്ന് അദ്ദേഹത്തെ നോക്കി ആരും പറയും 80 വയസ്സുകാരനാണ്. അതെ, അത്ര ചുറുചുറുക്കൂടെ അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു 20 വയസ്സുകാരൻ്റെ പ്രായം ഞാൻ ഗണിക്കുന്നുള്ളൂ. കാര്യം അത്രയും ചുറുചുറുക്കുക, മാനസികാര്യവും ശാരീരികാര്യവും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. ഒരു വ്യക്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. ഷുഗർ ലെവൽ 200-250 ആയിരുന്നു. ഇന്ന് അദ്ദേഹം ഈ ഒരു വ്യായാമം പോയി അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് ആരോഗ്യത്തിലേക്ക്, ഷുഗർ ലെവലൊക്കെ എന്ത് ചെയ്ത് നോർമലൈസ് ചെയ്ത് 100-100ൻ്റെ താഴെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് വളരെ ആരോഗ്യത്തോടുകൂടി ജീവിക്കാനെന്ന് സാധ്യമാണ് എന്ന് അദ്ദേഹം തന്നെ തെളിയിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ രഹസ്യം എന്താണ്? നമ്മൾ ഒരു വ്യായാമത്തിലേക്ക്, അതും ശരീരത്തിന് ഗുണം കിട്ടുന്ന ഒരു വ്യായാമമാണോ അല്ലേ? അങ്ങനെ ഒരു വ്യായാമം ചെയ്യാൻ നമ്മൾ റെഡിയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിരുന്ന എല്ലാ പ്രയാസങ്ങളെയും മറികടന്നുകൊണ്ട് ഹോസ്പിറ്റൽ വിസിറ്റുകളില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ മുന്നേറാൻ പറ്റും. അവിടെ ഇന്ന് ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ തിരിച്ചറിവ് നമ്മൾ നേടിയിട്ടുണ്ട്. ആ ഒരു ബോധം കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ മഴ പെയ്യുമ്പോഴും, നിങ്ങൾ സെൻറ്റർ തുടങ്ങിയതിന് ശേഷം മഴ പെയ്തിട്ടുണ്ട് ഇല്ലേ? മഴ പെയ്താൽ പോലും നിങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടോ ഇല്ലേ? മഴ പെയ്താലും കൊട ചൂടി വരും. അതാണ് മെക്സവൻ്റെ മാജിക് അല്ലേ? മെക്സവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ ആണെങ്കിലും അതിൻ്റെ ഒരു മാജിക് ഉണ്ട്. മാഗ്നറ്റിക് എന്തൂസിയാസ്റ്റിക് സെൻറ്റർ, ഇവിടെ ഒരു കാന്തിക പ്രസരണ കേന്ദ്രമാണ്. ഈ കാന്തവലയത്തിലേക്ക് എന്ത് ചെയ്യും? നിങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇവിടെ അത് മഴയോ വെയിലോ ഒന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല അല്ലേ? എല്ലാ പ്രയാസങ്ങളും, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളും അതൊക്കെ തൽക്കാലം മാറ്റി വെച്ചിട്ട് നമ്മൾ സമയം കണ്ടെത്തി ഇവിടെ എത്തും. അതാണ് മെക്സവൻ മാജിക്. അതിൽ നിങ്ങളൊക്കെ വിജയിച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ അങ്ങനെ തന്നെയാണ്. മഴ പെയ്ത് കഴിഞ്ഞ് മുട്ടോളം വെള്ളം ഉണ്ടെങ്കിൽ പോലും എൻ്റെ സലാമാക്കുണ്ട് 65 വയസ്സ്. സലാമാക്കൊന്ന് എനിക്ക് സലാമാക്ക, നമ്മുടെ ചീഫ് ട്രെയിനറാണ് സലാമാക്ക, 65 വയസ്സ്. അദ്ദേഹം അതേപോലെ 50 കണക്ക് 60 ആളുകളുണ്ടെങ്കിൽ എന്തായാലും എന്ത് ചെയ്യും? എല്ലാം അവിടെ എത്തും. മുട്ടിൽ വെള്ളം ഉണ്ടെങ്കിലും അവർക്കത് പ്രശ്നമല്ല. നമ്മളൊരു സ്കൂളിലാണ്, മഴ പെയ്താൽ മിക്കവാറും വെള്ളം കയറും, ഒരു പകുതി വെള്ളം എന്തായാലും കയറും. എന്നാലും പക്ഷേ അവിടെ ആരും മെക്സവന് വരാതിരിക്കാറില്ല. അപ്പോൾ അത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷമാണ്. ആ സന്തോഷം നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ശരീരത്തെ എന്ത് ചെയ്യും? നിങ്ങളെ തള്ളിവിടും അല്ലേ? വീട്ടിൽ കിടന്നുറങ്ങാൻ നിങ്ങൾ സമ്മതിക്കുമോ? മഴയാണെന്ന് വിചാരിച്ച് നിങ്ങൾ കിടന്നുറങ്ങാറുണ്ടോ? ഇല്ല. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ വിജയമാണ് അല്ലേ? ഈ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിച്ചേർന്നവരെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു വലിയ സന്തോഷം നമുക്ക് മെക്സവൻ സെൻ്ററുകൾ വഴി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്ലാഷ് ബാക്ക് പറയാം അല്ലേ? ഫ്ലാഷ് ബാക്ക് കേൾക്കുന്നുണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, എന്നാൽ കൂടെ പറയാം അല്ലേ? ഫ്ലാഷ് ബാക്ക് അറിയണമല്ലോ അല്ലേ? അറിഞ്ഞാലല്ലേ അതിന് ഗുണം കിട്ടുള്ളൂ. അപ്പോൾ സമയം നോക്കട്ടെ. 2010 ഞാൻ എന്ത് ചെയ്തു? ഇപ്പോൾ 2025 ആയില്ലേ? 15 വർഷം കഴിഞ്ഞു സർവീസ്. 2009 ഡിസംബറിൽ ഞാൻ സർവീസ് കഴിഞ്ഞ് വരുന്നു. 2010 എൻ്റെ നാട്ടിൽ വരുന്നു. അപ്പോൾ ഞാൻ സർവീസിലിരിക്കുമ്പോൾ തന്നെ വ്യായാമം ചെയ്യുന്ന ആളാണ്. നാട്ടിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? സാധാരണഗതിയിൽ പ്രാർത്ഥനകൾ കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ പോകുന്ന വ്യായാമം ചെയ്യുന്നു. അപ്പോൾ 2010 ജനുവരി തന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ എന്തിനും ഒറ്റയ്ക്ക് ചെയ്യുന്നു, എൻ്റെ നാട്ടുകാർക്ക് കൂടി ഞാൻ പഠിച്ച കാര്യങ്ങളൊന്ന് പഠിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ നാട്ടുകാരെ കൂടി എൻ്റെ ആരോഗ്യം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് കരുതി പരമ്പരാഗത യോഗ നാട്ടിൽ 2010 തന്നെ ആരംഭിച്ചു, ജനുവരി തന്നെ ആരംഭിച്ചു. അപ്പോൾ കുറേ 10-15 ആൾ 25 ആൾ ഇതിൻ്റെ പ്രായഘടത്തിൽ അന്നൊരു 40 വയസ്സുണ്ട് എനിക്ക്. 40 വയസ്സിൽ എന്ത് ചെയ്യും? 30 ആ ഗണത്തിൽ 40-50 വയസ്സിൽ കുറച്ച് ആളുകൾ എത്തി. അങ്ങനെ 2 വർഷം അവരെയും കൊണ്ട് മുന്നോട്ട് പോയി. പരമ്പരാഗത യോഗ നമുക്ക് വേണ്ട എന്താണ്? ഷീറ്റ് വേണം അല്ലേ? ഷീറ്റ് വേണ്ടിയില്ലേ? ഷീറ്റ് വേണം. പിന്നെന്താ വേണ്ടി? സമയം വേണം അല്ലേ? പിന്നെ വേണം എന്താണ്? ക്ഷമ. അതൊരു മണിക്കൂറൊക്കെ എടുക്കില്ലേ? കുറേ ഇരുന്നും കിടന്നൊക്കെ ചെയ്യാണ്ട് കുറേ സമയം എടുക്കും. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ എന്ത് ചെയ്തു? കുറേ ആളുകൾ ചെയ്തു, കുറേ ആൾ നിർത്തി, കുറേ ആൾക്ക് വരാൻ താല്പര്യമൊക്കെ. അതിൻ്റെ സമയത്തിൻ്റെ പ്രശ്നം അല്ലേ? എല്ലാവർക്കും എന്താണ്? സമയം വളരെ കുറവാണ് ഏത് കാര്യം ചെയ്യാനും. അപ്പോൾ ഞാൻ 2012 ഞാൻ എന്ത് ചെയ്തു? ശരി, എല്ലാവർക്കും ഒന്നാമത് പിന്നെ പ്രായമുള്ള ആളുകൾ എത്തുന്നില്ല. ഒരു 40 ആ റേഞ്ചിലെ ആളുകൾ, 40-50 വയസ്സുണ്ട്, അതിന് മുകളിൽ ആരും വരുന്നില്ല. അപ്പോൾ ഞാൻ കരുതി ശരി, ഇത് ചെറിയ മാറ്റം വരുത്തിയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന വിധത്തിൽ പുതിയ സിസ്റ്റം കൊണ്ടുവന്നാൽ അതെല്ലാവർക്കും ഗുണകരമാവുന്ന ചിന്തയിൽ നിന്നാണ് 2012 എന്ത് ചെയ്യുന്നത്? മെക്സവൻ ഉണ്ടാക്കിയെടുക്കുന്നത്. മെക്സവൻ എന്ന് പറഞ്ഞാൽ മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ. അന്ന് ഇത് ഈ സിസ്റ്റം ഞാൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ ഞാൻ തനിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വെച്ച ആശയമാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഒരു വ്യായാമം ഉണ്ടാക്കിയെടുക്കുക, എല്ലാവരും ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ ശ്രദ്ധിച്ചത് 3 കാര്യങ്ങളാണ്. എന്നാൽ വളരെ ലളിതമായിരിക്കണം, വളരെ കുറഞ്ഞ സമയത്തിനകത്തായിരിക്കണം, ഏറ്റവും കൂടുതൽ ഗുണം കിട്ടണം, കുറഞ്ഞ സമയം.
അല്ലേ? ഈ 2-3 കാര്യങ്ങളെ ആദ്യം തന്നെ എന്ത് ചെയ്തു, മൈൻഡിലിട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, സംഭവം എന്ത് ചെയ്തു, മൊഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുതിയ സിസ്റ്റം അല്ലേ? പുതിയ സിസ്റ്റം എന്ത് ചെയ്താൽ എനിക്ക് നാട്ടുകാരെ വിളിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? അതിനെന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ആരും ഉത്തരം പറയും. അപ്പോൾ അതുകൊണ്ട് ഒരു പുതിയ സിസ്റ്റം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാം, നമുക്കത് പരീക്ഷണം നടത്തിയിട്ട് ഓക്കെ അത് പെർഫെക്റ്റ് ആണ്, നമ്മൾ ശരീരത്തിന് ഉപയോഗിച്ച ഒരു പ്രയാസമില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നീണ്ട 10 വർഷം എൻ്റെ നാട്ടിൽ തന്നെ നടത്തി. 2012 മുതൽ 2022 വരെ നീണ്ട എൻ്റെ നാട്ടിലുള്ള ആളുകളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു. കോവിഡ് അനന്തരം, കോവിഡ് നമുക്ക് വരുന്നത് അറിയാലോ, 2021 കാലഘട്ടത്തിൽ കോവിഡ് വരുന്നുണ്ട് അല്ലേ? കോവിഡ് ആ സമയത്തൊക്കെ എന്ത് ചെയ്തു, ഫീഡ്ബാക്സുകളൊക്കെ എടുത്തു. അപ്പോൾ വന്നവർക്കൊക്കെ ഭയങ്കര മാറ്റങ്ങൾ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ, ഫാറ്റി ലിവർ, യൂറിക് ആസിഡ്, കൈകാലുകൾക്കുള്ള പ്രയാസങ്ങൾ, കൈ പൊക്കാനുള്ള പ്രയാസങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ അവർക്ക് മാറ്റം വന്നു. ഷുഗറും കൊളസ്ട്രോളൊക്കെ നല്ല രീതിയിൽ കുറയുന്നുണ്ട്, പ്രമേയം നല്ല രീതിയിൽ കുറയുന്നുണ്ട്, നല്ല നിയന്ത്രണ രീതിയിലേക്ക് വന്നു, നോർമലൈസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരുപാട് ധാരാളം ഫീഡ്ബാക്സ് നമ്മൾ അനലൈസ് ചെയ്ത് ഓക്കെ ഇത് ഇത്രയും നല്ല പെർഫെക്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ചെയ്യുന്ന വ്യായാമം, ഇത് മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്, എല്ലാവർക്കും ഇത് എന്ത് ചെയ്തു ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നുള്ള ചിന്തയിൽ കൂടിയാണ് 2022 ആദ്യമായിട്ട് ഒരു ബ്രാഞ്ച് എൻ്റെ നാട്ടിൽ തന്നെ, എൻ്റെ നാട്ടിൽ ഒരു 500 മീറ്റർ അകലെ ചെമ്പലപ്പുറം എന്ന പ്രദേശം, അവിടെ കുറേ പ്രായമുള്ള ആളുകൾ അവർക്ക് വേണ്ടി ആരംഭിക്കുകയാണ് 2022 ആഗസ്റ്റ്. ശേഷം എൻ്റെ സുഹൃത്തും ഇപ്പോഴത്തെ അംബാസിഡറുമായ അറക്കൽ ബാബു സാറും അതേപോലെ KT മുസ്തഫ അവരെൻ്റെ നാട്ടിൽ വരുന്നു, പഠിച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്തു, അവർ ഈ കാര്യങ്ങൾ ഞാൻ അവരെ ബോധിപ്പിച്ചു. എൻ്റെ സുഹൃത്ത് KT മുസ്തഫ എന്ത് വന്നു പഠിക്കുന്നു, അവരിങ്ങനെ വന്ന് പഠിച്ചു. അവരുടെ നാട്ടിൽ പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആരംഭിച്ചു, അവിടെ 10-200 ആൾ വന്നു. അതിനുശേഷം അറക്കൽ ബാബു സാറിന് എന്ത് ചെയ്തു, ഞാൻ ഇതിൻ്റെ അംബാസിഡറെ നിയമിച്ചു. ഇതിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ അദ്ദേഹത്തെ എന്ത് ചെയ്തു, അംബാസിഡറാക്കി അദ്ദേഹത്തിൻ്റെ നിയമിച്ചു. ഇന്ന് ഏകദേശം എത്ര വർഷമായി, 22 ഒക്ടോബറിന് ശേഷം 3 വർഷമായിട്ടുണ്ടല്ലേ. 3 വർഷം കൊണ്ട് ഇന്ന് 3000-ൽ പരം സെൻറ്ററുകൾ മെക്സവൻ ഇന്ന് വരുന്നത്. അപ്പോൾ എന്താണ് മെക്സവൻ്റെ വിജയം? മെക്സവൻ്റെ വിജയമാണ് നിങ്ങളൊക്കെ എന്ന് ഇവിടെ എന്ത് ചെയ്യുന്നത് അല്ലേ? നിങ്ങളൊക്കെ മെക്സവൻ്റെ വിജയമാണ്. മെക്സവൻ ഇങ്ങനെ ഒരു അവകാശവാദം ഇല്ല. നിങ്ങളായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സ്വാസ്ഥ്യം, ആരോഗ്യം, സന്തോഷം അല്ലേ, സൗഹാർദ്ദം, സാഹോദര്യം, ഇതൊക്കെ മെക്സവൻ വഴി ലഭ്യമാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് അനുഭവപ്പെടുന്നത് മാനസികമായിട്ട് പിരിമുറുക്കങ്ങളെ സാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും അല്ലേ? ഒരു ബാറ്ററി റീചാർജ് ചെയ്യുന്ന പോലെയാണ് നമുക്ക് മെക്സവൻ സെൻ്ററുകൾ എത്തിക്കഴിഞ്ഞ് നമ്മൾ വ്യായാമം ചെയ്ത് പോകുമ്പോൾ, ആണോ അല്ലേ? ടീച്ചറല്ലേ അല്ലേ? ഒരു ബാറ്ററി നിങ്ങൾ എന്ത് റീചാർജ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും, എത്രത്തോളം പവർഫുൾ ആയിരിക്കും. നെക്സ്റ്റ് 24 മണിക്കൂറിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നെക്സ്റ്റ് 24 hours പൂർണ്ണമായിട്ട് നിങ്ങൾ എന്ത് ചാർജ്ഡായി അല്ലേ? എസ്പെഷ്യലി ലേഡീസ്, നമ്മുടെ സഹോദരിമാർ, അവർക്ക് ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്. അവർ ആ മുറികൾക്കുള്ളിൽ മാത്രമാണ് അവരുടെ ജീവിതം തിളക്കപ്പെട്ടിരുന്നത്. അവർക്ക് ഏറ്റവും കൂടുതൽ മൈഗ്രെയിൻ പ്രശ്നങ്ങൾ അല്ലേ, ജീവിത സാഹചര്യമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങളുണ്ടാകും, മാനസിക പ്രയാസങ്ങളുണ്ടാകും, കുട്ടികളെ പഠിപ്പ്, കല്യാണം, എന്ന് പറഞ്ഞാൽ കുട്ടി ജനിച്ചു മരിക്കുന്നവരെ അവരാണ് എന്ത് ചെയ്യുന്നത്, എല്ലാം കൂടി തലയിൽ ഏറ്റെടുത്തിട്ട് അതിൻ്റെ പ്രയാസങ്ങളുമായിട്ട് നടക്കുകയാണ് അല്ലേ? കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മുതൽ പോലെ തുടങ്ങിയ ചിന്ത, കുട്ടിയെ 1ാം ക്ലാസ് ചേർത്ത് പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത് കഴിഞ്ഞാൽ കുട്ടിയെ കല്യാണം കഴിച്ച് പിന്നെ കുട്ടികളുണ്ടായാൽ നോക്കണം, പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന, അങ്ങനെ നിരന്തരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയിട്ട് ചിന്തിച്ച് നടക്കുന്ന ഇവർക്ക് എന്ത് വലിയ മാനസികമായിട്ട് വലിയ പ്രതിസന്ധികളാണ്. പക്ഷെ ഇന്ന് അതെന്ത് ചെയ്യാം, അവർക്ക് ഒരു വ്യായാമം വഴി നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം പ്രയാസങ്ങളെയൊക്കെ ശരീരത്തിൽ നിന്ന് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്നുള്ള, നമുക്ക് സ്ട്രെസ് എന്ന് പറഞ്ഞ സംഭവത്തെ തന്നെ എന്ത് ചെയ്യും, നമുക്ക് ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കി നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് എന്ത് ഇതുവഴി വ്യായാമം വഴി നമുക്ക് നിയന്ത്രിച്ച് ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം അല്ലേ? അങ്ങനെ മെക്സവൻ്റെ ഫ്ലാഷ് ബാക്ക് ഞാൻ പറയും. ഇനി മെക്സവൻ എന്ന് പറഞ്ഞാൽ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ. ഈ 7 എന്തുകൊണ്ട് നിങ്ങൾക്കെല്ലാം ആൾറെഡി അറിയാം. 7 എന്താണ്? 7-നകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് 7 കണ്ടന്റാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ്? എയറോബിക്, സിമ്പിൾ എക്സസൈസ്, യോഗ, അക്യുപ്രഷർ, മെഡിറ്റേഷൻ, ഫേസ് മസാജ്, ഒന്ന് വിട്ടിട്ടുണ്ട്, ഡീപ് ബ്രീത്തിങ്. ഓക്കെ, ഡീപ് ബ്രീത്തിങ് ആവട്ടെ. അപ്പോൾ വൺസ് മോർ, എയറോബിക് ഐറ്റംസ്, സിമ്പിൾ എക്സസൈസ്, യോഗ, ഡീപ് ബ്രീത്തിങ്. ഡീപ് ബ്രീത്തിങ് ആണ് നമ്മുടെ മെയിൻ, ഡീപ് ബ്രീത്തിങ്. അതിനുശേഷം അക്യുപ്രഷർ, മെഡിറ്റേഷൻ, ഫേസ് മസാജ്. ഓക്കെ, അങ്ങനെ 7 സെക്ഷൻ കൂടി 21 എക്സസൈസാണ് ചെയ്യുന്നത്. 21 എക്സസൈസിൽ നമുക്ക് വേണ്ട സമയം 21 മിനിറ്റാണ്. പക്ഷേ 21 മിനിറ്റ് നിങ്ങൾ ഒരിക്കലും 21 മിനിറ്റായിട്ട് നിങ്ങൾ ലിമിറ്റ് ചെയ്യേണ്ട. നമുക്ക് വേണ്ടത് 21 മുതൽ 25 മിനിറ്റ് വരെ ചെയ്യാം. ഓക്കെ,
അപ്പോൾ ലീഡേഴ്സ് നിങ്ങളെ കൂടുതൽ സംസാരിച്ചിട്ടില്ല, ഡയറക്ഷൻ തരുന്നില്ലെങ്കിൽ 25 മിനിറ്റ് മാക്സിമം, 25 മിനിറ്റിനകത്ത് സുഖമായിട്ട് തീർക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബ്രീത്തിങ് സെക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3:6 ആണ്. 3:6 ആണ് നമ്മൾ ഹോൾഡിങ്. ബ്രീത്ത് എടുക്കുന്ന സമയത്ത് കൈകൾ മുകളിലോട്ട് പിടിക്കുകയാണെങ്കിൽ 3:6 എന്ന ആവറേജ് ആണ്. 3 സെക്കൻഡ് എന്ത് ചെയ്യും? ഹോൾഡ് ചെയ്യണം. 6 സെക്കൻഡോട് താഴ്ത്തണം. സലാമൊക്കെ ഒരു ഇത് കാണിക്കും, ഒരു മൊഡ്യൂൾ കാണിക്കുന്നുണ്ട്. ഫിംഗർ ലോക്ക്, ഇൻഡെക്സ് ഫിംഗർ ഓവർ എഡ്ജ്. സലാമൊക്കെ ഇവിടെ നിന്ന് കാണിച്ചു. അത് ഒരു ഡെമോണി. ഇൻഡെക്സ് ഫിംഗർ ഓവർ എഡ്ജ്. റെഡി, സ്റ്റാർട്ട്. 1. ഡൗൺ ചെയ്ത് കുഴപ്പമില്ല. വൺസ് മോർ. നമുക്ക് വേണ്ടത് 3:6 ആണ്. ഓക്കെ, 2. സ്റ്റോപ്പ്. ഇത് കണ്ടില്ലേ? കൈയിൻ്റെ മസിലുകൾ നോക്കി ചെയ്യുമ്പോൾ ടച്ച് ചെയ്തിട്ടുണ്ട്. കൈകൾ പൂർണ്ണമായിട്ടും വലിച്ചു പിടിച്ചിട്ടുണ്ട്. അടിവയർ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ടും മുകളിലോട്ട് വരും. അപ്പോൾ നമ്മൾ പൊസിഷൻ കറക്റ്റ്. ഒന്നുകൂടി വൺസ് മോർ. കേട്ടോ, അടിവയർ എത്രത്തോളം മുകളിലോട്ട് വരും കേട്ടോ. നമ്മുടെ പൊസിഷൻസ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ അടിവയർ മുകളിലോട്ട് വരൂ. നിങ്ങൾ അടിവയർ എല്ലാം വരിയാറില്ലേ? കൈകൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? മുകളിലോട്ട് വലിച്ചു പിടിക്കണം. അങ്ങനെ മതി പറയും. അങ്ങനെ ഈ ഒരു 21-25 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് ശരീരത്തിനകത്ത് 1750 പരം ബോഡി ചലനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. 1750 പരം ബോഡി ചലനങ്ങൾ. നിങ്ങൾ അറിയുന്നില്ല 1750. എങ്ങനെയാണ് ഈ 1750? ഏറ്റവും ലളിതമായി പറയുകയാണെങ്കിൽ നമ്മൾ ടോജം ചെയ്യാറ്. ടോജമ്പിൻ്റെ സമയത്ത് നമ്മൾ 4 വിരലുകൾ എന്ത് ചെയ്യുന്നു? കൈവെള്ള ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ 5 വിരലുകൾ എന്ത്? 5 × 10. ഈ 10 വിരലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? 125 പ്രാവശ്യം ചലിപ്പിക്കുന്നുണ്ട് അല്ലേ? ഈ ഓരോ വിരലുകൾ എത്ര പ്രാവശ്യം ചലിക്കുന്നുണ്ട്? 125 പ്രാവശ്യം. 10 വിരലുകൾ ചലിച്ച എത്രയായി? 10 വിരലുകൾ ഇങ്ങനെ ചലിച്ചു കഴിഞ്ഞാൽ എത്രയായി? 1250 ചലനങ്ങളായി. ബാക്കി നിങ്ങളങ്ങ് കൗണ്ട് ചെയ്ത് നോക്കൂ. താഴോട്ട് നോക്കൂ. താഴെ നമ്മൾ ജമ്പിങ് ജാക്സ് മുതൽ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് എന്തുമ്പോഴേക്കും 1752 പരം ചലനങ്ങൾ. ഇനി അതിൻ്റെ മൈക്രോ ലെവലിൽ പോവുകയാണെങ്കിൽ 3500 പരം ചലനങ്ങൾ വരുന്നു. കാലിൻ്റെ വിരലിൻ്റെ മുകളിൽ നമ്മൾ ജമ്പ് ചെയ്യുന്നുണ്ട്, ടോ ജമ്പും മറ്റു കാര്യങ്ങളൊക്കെ. അങ്ങനെ ഓരോന്നും കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 3500+ മൂവ്മെൻറ്റ്സ് അല്ലേ? അതിബൃഹത്തായിട്ടുള്ള നിങ്ങളുടെ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളെയും എന്ത് ചെയ്യുന്നത്? ഇളക്കിയെടുക്കുന്ന ഒരു എക്സസൈസ് സിസ്റ്റമാണ്. അപ്പോൾ ഈ എക്സസൈസ് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ സ്ട്രക്ചർ മെക്സോൻ. അതിനുശേഷം ഈ മെക്സോൻ വഴി നമുക്ക് എങ്ങനെയാണ് എന്താണ് നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് ബലപ്പെടുത്തുന്നത്? ശരീരത്തെ ബലപ്പെടുത്തുന്നത് നിങ്ങളറിയാതെ, നമുക്കൊന്നും കൂടി വരും, നിങ്ങളറിയാതെ നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള എല്ലാ മസിലുകളെയും നിങ്ങൾ അറിയുന്നില്ല. പക്ഷേ നിങ്ങളുടെ ശരീരത്തിൽ നമ്മൾ ഡീപ്പ് ബ്രീത്ത് ആൻഡ് സ്ട്രെച്ചിങ് എക്സസൈസിൽ നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള മസിലുകളെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സ്ട്രെങ്തനിങ് കൊടുക്കുന്നത്. നിങ്ങൾ അറിയുന്നില്ല, പക്ഷേ നിങ്ങൾ വ്യായാമം ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ മസിലുകളൊക്കെയാണ് സ്ട്രെങ്തനിങ്. സൈഡ് ബെൻഡ്, ബോഡി സൈഡ് ബെൻഡ്. ഫസ്റ്റ് നോക്കൂ, ഇതാണ് പൊസിഷൻ. ബോഡി സൈഡ് ബെൻഡിൽ അല്ലേ? ഇപ്പം നമ്മൾ വ്യായാമം ചെയ്തു, പക്ഷേ നിങ്ങളെ നോക്കും, നമ്മൾ ഈ ഒരു പൊസിഷൻ, നിങ്ങളുടെ പൊസിഷൻ കറക്റ്റ് ആണെങ്കിൽ ഡൗൺ. ഇത് ലെഫ്റ്റ് സൈഡിലേക്കാണ് ചെയ്തെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? റൈറ്റ് ഷോൾഡറിൻ്റെ മസിലുകളെയും പിന്നെ താഴെ റിബിൻ്റെ ഭാഗത്തുള്ള മസിലുകളെയൊക്കെ തന്നെ എന്ത് പൂർണ്ണമായിട്ട് സ്ട്രെങ്തനിങ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നു? ഈ മസിലുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നു? പവർ വീണ്ടും എന്ത് ചെയ്യുന്നു? മസിലുകൾക്ക് ശക്തി നൽകി അതിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടി അതിൻ്റെ പവർ എന്ത് ചെയ്യുന്നു? കൂട്ടിയെടുക്കുകയാണ്. നമുക്കറിയാം. സ്റ്റോപ്പ്. അപ്പോൾ നമ്മൾ ഈ പൊസിഷൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ എല്ലാ വ്യായാമം ചെയ്യുന്നുണ്ടല്ലോ, ഡീപ്പ് ബ്രീത്തിങ് ആൻഡ് സ്ട്രെച്ചിങ്, എല്ലാ ശരീരത്തിനകത്തുള്ള എല്ലാ മസിലുകളെയും എന്ത് ചെയ്യുന്നത്? ഇത് സ്ട്രെങ്തനിങ് ചെയ്യണം. ഫിംഗർ ലോക്ക് ബാക്ക്, കണ്ടിന്യൂ പൊസിഷൻ. ഫിംഗർ ലോക്ക് ബാക്ക്, കണ്ടിന്യൂ പൊസിഷൻ. ഫിംഗർ ലോക്ക് ബാക്ക്, കണ്ടിന്യൂ പൊസിഷൻ കാണിക്കുക. കണ്ടിന്യൂ. ഈ പൊസിഷൻ നിങ്ങൾ നോക്കും. അദ്ദേഹത്തിൻ്റെ തല പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നത്? പൂർണ്ണമായിട്ടും മുട്ടുന്നുണ്ട് അല്ലേ? അദ്ദേഹത്തിന് പ്രശ്നമല്ല, എല്ലാവരും ചെയ്യാൻ കഴിയില്ല. പൂർണ്ണമായിട്ടും എന്ത് ചെയ്യും? അദ്ദേഹത്തിന് തല മുട്ടാൻ പറ്റും. അപ്പോൾ നോക്കൂ, അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ എണീറ്റ് വന്ന് നമ്മൾ വീട്ടിലാണെങ്കിൽ എത്ര ആൾ ചെയ്യും? എത്ര ആൾക്ക് ഇങ്ങനെയൊക്കെ എക്സസൈസ് ചെയ്യാൻ പറ്റും? അതാണ് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൻ്റെ ഏറ്റവും വലിയ വിജയം. നമ്മളിവിടെ നിന്ന് ഒരു ലീഡറെ കീഴിൽ നമ്മൾ ഇത്രയും വ്യായാമങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? എല്ലാവരും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ചെയ്യുന്ന വിധത്തിലൊക്കെ ചെയ്യില്ലേ? വീട്ടിൽ തനിച്ച് ചെയ്തിട്ട് നമ്മൾ എത്ര കാലം ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് വ്യായാമങ്ങളിലൊക്കെ പോകും, കുറേ കാലം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിന് അതൊന്നും പ്രയാസമില്ല. ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആകുമ്പോൾ കുറേ ആളുകളുണ്ട്, ലീഡറിൻ്റെ ആ ലീഡറെ കീഴിൽ നിങ്ങൾ അഭ്യസിക്കുമ്പോൾ ചെയ്യും വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മതി.
അപ്പോൾ ഇതാണ്. അപ്പം നിങ്ങളറിയാതെ നിങ്ങളുടെ ശരീരത്തിൻ്റെ മസിലുകൾ എന്ത് ചെയ്യുന്നു പൂർണ്ണമായിട്ടും ശക്തിപ്പെടുത്തുകയാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ 50 വയസ്സ് പ്രവേശിക്കുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്തു? Welcome to Uniline Music. Bluetooth mode. നിങ്ങളുടെ സ്ട്രെങ്ത് കുറഞ്ഞ് അല്ലേ. ഇരിക്കാനും നടക്കാനൊക്കെ ഉള്ള ചലിക്കാനുള്ള കഴിവ് കുറയുന്നുണ്ടല്ലോ അല്ലേ. അപ്പം എന്ത് ചെയ്യും? ഈ സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു വ്യായാമം നിങ്ങൾ ഡെയിലി നിങ്ങൾ ചെയ്യാൻ റെഡിയാണ്, എസ്പെഷ്യലി മെക്സോൻ. അങ്ങനെ നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ ശരീരത്തിനകത്ത് എല്ലാ മസിൽ വ്യൂഹത്തിൻ്റെ സ്ട്രെങ്ത് നിങ്ങൾ അറിയാതെ എന്ത് ചെയ്യുന്നത്? സ്ട്രെങ്തനിങ് ചെയ്യുക. നമ്മൾ ജിമ്മിൽ പോവുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ജിമ്മുകാർ എന്താ പറയും? നമുക്ക് പ്രായമാകുമ്പോൾ ഡോക്ടർമാർ പറയില്ലേ നമുക്ക് എന്താണ് ശരീരത്തിന് സ്ട്രെങ്തനിങ് ചെയ്യണം. അപ്പോൾ സ്ട്രെങ്തനിങ് എക്സസൈസ് പറയും. അവരെന്താ ചെയ്യുന്നത്? ഇരുമ്പെടുത്തിട്ട് പൊക്കാൻ പറയാറില്ലേ അല്ലേ. നമുക്ക് ഈ പ്രായത്തിൽ ഇരുമ്പെടുത്ത് പൊക്കാൻ കൊണ്ട് ആവശ്യമുണ്ടോ? പക്ഷേ അതിനേക്കാളും ബെറ്ററായിട്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള മസിലുകളൊക്കെ തന്നെയായിട്ട് നിങ്ങൾ അറിയാതെ എന്ത് ചെയ്യുന്നത്? സ്ട്രെങ്തനിങ് ചെയ്യണം അല്ലേ. നമ്മൾ ഓരോ പൊസിഷനും എന്ത് ചെയ്യുന്നത്? കൈകൾ ഉയർത്തുമ്പോഴും ഒരു 10 കിലോ മുകളിലോട്ട് വലിച്ചു ഉയർത്തുന്ന പോലെയാണ് നമ്മൾ കൈകൾ ഉയർത്തി വെക്കുന്നത് അല്ലേ. ആണോ അല്ലേ? കൈകൾ ഉയർത്തി പിടിക്കുന്നത് പോലെ ഈ പൊസിഷന് റീജുവിനേഷൻ നടക്കുകയാണ്. റീജുവിനേറ്റ് എന്ന് പറഞ്ഞാൽ പുനർജന്മം അല്ലേ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മൊമാലി സാർ പ്രായം 80 ആണെങ്കിലും അതേപോലെ ഇവിടെ പ്രായത്തെ വലിയ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ശരീരത്തിനകത്ത് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നത്? നമുക്ക് രണ്ടാമത് പുനർജീവിപ്പിക്കാൻ കഴിയുന്നുള്ളത്. അതാണ് മെക്സോൻ്റെ ആപ്തവാക്യം. റീജുവിനേറ്റ് കാരണം പുനർജന്മം കിട്ടുകയാണ്. പ്രായത്തെ അതിജീവിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇത് പ്രാപ്തമാക്കണം. നിങ്ങളുടെ പ്രായം 60, 70, 80 ആവട്ടെ. നിങ്ങളുടെ ഡോക്യുമെൻ്റ് അനുസരിച്ച് നിങ്ങൾ 80, 90, 100 ആവട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്കൊരു 20 വയസ്സിന് 30 വയസ്സുകാരനെ പോലെ എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് നടക്കാനും ഇരിക്കാനും ചലിക്കാനും ഒക്കെ ഉള്ള കഴിവുകൾ എന്ത് ചെയ്യുന്നത്? നഷ്ടപ്പെട്ടു പോകുമായിരുന്ന കഴിവ് അല്ലേ. നമ്മളൊക്കെ ഇവിടെ വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് എത്ര ആൾ വ്യായാമം ചെയ്യാറുണ്ട്? നിരന്തരമായിട്ട് വ്യായാമം ചെയ്യുന്ന എത്ര ആളുണ്ട്? ആരും ഉണ്ടാവില്ല അല്ലേ. ഒരാളുണ്ട്, നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, 1-2 പേര് ഡെയിലി. പക്ഷേ 95% ആളുകൾ എന്ത് ചെയ്ത് മാക്സിമം വന്നിട്ടായിരിക്കും പക്ഷേ ഇത്തരം വ്യായാമം ചെയ്യാൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് എന്ത് ചെയ്യുന്നത്? മസിലുകൾക്കെല്ലാം ശക്തി നൽകിയും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്? പൂർണ്ണമായിട്ടും റീജുവിനേഷൻ അല്ലേ. ഇവിടെ വരുന്നവർക്ക് ആർക്കും നിങ്ങളാരും പ്രായം തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് 60 വയസ്സായിട്ടുണ്ട്, 70 വയസ്സ്. മൊമാലി സാഹിബ് പറയും നിങ്ങൾക്ക് എത്ര പ്രായമുണ്ട്? 80 വയസ്സിൻ്റെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുമോ? ഇല്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് 2 മണിക്കൂർ മുമ്പ് ജോലി ചെയ്യും. 72 വയസ്സ് തുടക്കം മുതൽ. അപ്പോൾ ഇതാണ് നമുക്ക് പ്രായത്തെ എന്ത് ചെയ്യുക? പൂർണ്ണമായിട്ടും പ്രായം നമ്മളെ എന്ത് ബാധിക്കുന്നേ ഇല്ല അല്ലേ. പ്രായം നമ്മളെന്ത് മറന്നു കഴിയും അല്ലേ. അങ്ങനത്തെ ഒരു ജനസമൂഹം നമുക്ക് ഓരോ ഗ്രാമാന്തരങ്ങളിൽ ഇതേപോലെ ഒരു സെറ്റപ്പിൽ ഈ താഴെക്കോട് ഗ്രാമത്തിൽ ഇത്രയും സെറ്റപ്പിൽ ആൾ വരികയാണെങ്കിൽ എല്ലാ ഗ്രാമങ്ങളിലും ഇതേപോലെ ആളുകൾ കൂടുകയാണെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലുകളുടെ ആവശ്യം ഉണ്ടാവില്ല. ഇപ്പം തന്നെ നേരത്തെ പറഞ്ഞില്ലേ ഡോക്ടർമാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. ഡോക്ടർമാർക്ക് പ്രശ്നം കാരണം അവർക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറേ പേഷ്യൻ്റാണ് ഷുഗർ അല്ലേ. ഷുഗർ, യൂറിക് ആസിഡ്, ഇതിന് അടിമയാണ് നമ്മുടെ. ഇങ്ങനെ നിരന്തരം ഡോക്ടറുടെ സ്ത്രീകളാണെങ്കിൽ കാലിൻ്റെ വേദന, മുട്ടുവേദന, സ്റ്റെപ്പ് കയറാൻ കഴിയുന്നത്, ഇങ്ങനെ 100 കണക്കിന് അസുഖങ്ങളുമായിട്ട് അസുഖത്തിൻ്റെ എന്തെങ്കിലും കുമ്പാരം പേറിയിട്ടാണ് നമ്മൾ നടക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ കഴിയും? ഇല്ല. ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് ഗാസ്ട്രിക് കൂടി. ഇപ്പം ആരെങ്കിലും ഉണ്ടോ മെക്സോനിൽ വന്നതിൻ്റെ ശേഷം ഉണ്ടോ? നന്നായിട്ട് ഭക്ഷണം കഴിക്കാനുണ്ട്. കഴിയുണ്ടോ? ഇല്ല, ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് മെക്സോൻ്റെ വിജയം. അപ്പോൾ നിങ്ങളറിയാം നിങ്ങൾ ശരീരത്തിന് ശക്തി നൽകിക്കൊണ്ട് റീജുവിനേഷൻ ചെയ്തു. അതിന് ശേഷം അടുത്തതായിട്ട് പിന്നെന്താ കിട്ടുന്നത്? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റാമിന കിട്ടിയോ അല്ലേ. പണ്ട് സ്ത്രീകളൊക്കെ ആണെങ്കിൽ ബെഡിൽ നിന്ന് എണീറ്റ് 1-2 സ്റ്റെപ്പ് നടക്കണമെന്ന് 4 വട്ടം ആലോചിക്കും. ഇന്ന് നിങ്ങൾ സ്വിച്ചിട്ട് ബൾബ് പോലെ ഇട്ടാ ഉടനെ എന്ത് ചെയ്ത് എണീറ്റാ ഉടനെ തന്നെ എന്ത് ചെയ്തു? റെഡി ആവാണ് അല്ലേ. എങ്ങനെയാണ് ഈ സ്റ്റാമിന കിട്ടുന്നത്? ആ ജെൻസ് ആവട്ടെ ലേഡീസ് ആവട്ടെ. മറ്റേ നിങ്ങളൊക്കെ പണ്ട് ഒരു മുറ്റടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു 2 പ്രാവശ്യം അടിക്കുമ്പോഴും ഊരവേദന ചെയ്യാൻ കഴിയില്ല, ക്ഷീണം അല്ലേ. ഇന്ന് മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുത്തിട്ട് അവരൊക്കെ വിന്നേഴ്സായി വരാൻ കാരണം എന്താ? അവരൊന്നും ക്ഷീണം ബാധിക്കുന്നില്ല. കാരണം അവർക്കൊക്കെ എന്തെങ്കിലും ശരീരത്തിനകത്ത് സ്റ്റാമിന, നല്ല രീതിയിൽ സ്റ്റാമിന കയറും. എങ്ങനെയാണ് ഈ സ്റ്റാമിന ഉണ്ടാകുന്നത്? നിങ്ങൾക്ക് വ്യായാമം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റാമിന കയറുന്നത്? നമ്മൾ ബ്രീത്ത് എടുക്കുന്നുണ്ടല്ലോ, ഡീപ്പ് ബ്രീത്ത് എടുത്തല്ലേ. ഡീപ്പ് ബ്രീത്ത് എടുക്കുന്ന വഴി ഈ ബ്രീത്ത് നേരെ നമ്മുടെ ശ്വാസകോശം വഴി ലങ്സ് വഴി എന്ത് ചെയ്യുന്നത്? ലങ്സ് വഴി അവിടെ ബ്രീത്ത് എന്ത് ചെയ്യുന്നു? പ്യൂരിഫൈ കഴിഞ്ഞതിന് ശേഷം ആ ബ്രീത്ത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹൃദയത്തിലോട്ട് പോകുന്നു അല്ലേ. അവിടെ കാർഡിയാക് സിസ്റ്റത്തിൽ അവിടെ എന്ത് ചെയ്യുന്നു? ഓരോ സെക്കൻഡുകളിൽ എന്ത് ചെയ്യുന്നു? ഇത് മിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ 70 പ്രാവശ്യം നിങ്ങളുടെ ശരീരം എന്ത് ചെയ്യുന്നു? ബ്ലഡ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസത്തിനാണ് 1,00,000
800 ടൈം 1,800,000 ടൈം എന്ത് ചെയ്യുന്നത് മിടിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും സമയം എന്ത് ചെയ്യും നമ്മൾ എടുക്കുന്ന ഓരോ ബ്രീത്തും നമ്മൾ നല്ല ഡീപ്പ് ബ്രീത്തിങ് എടുക്കുന്നത് അല്ലേ, ബ്രീത്ത് എടുത്തു, ആ ശ്വാസം എന്ത് ചെയ്തു ലങ്സ് വഴി ശ്വാസകോശം വഴി എന്ത് ചെയ്യുന്നു ബ്ലഡിൽ മിക്സായി, ബ്ലഡ് എന്ത് ചെയ്തു ആ പുതിയ ഓക്സിജനെ നേരെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു സെല്ലുകളിലേക്ക് കൊടുക്കുകയാണ്, സെല്ലുകളിലേക്ക് സപ്ലൈ ചെയ്യാണ്, ശരീരത്തിലുള്ള കോശങ്ങളിലേക്ക്. ഈ കോശങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് പവർ നൽകുന്നത്. കോശം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത് വളരെ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു വിരലിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ 50,000 കോശങ്ങളുണ്ടാവും, 1,00,000 കോശങ്ങളുണ്ടാവും. ഒരു ശരാശരി ഒരു മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് 37 ട്രില്യൺ 37 ലക്ഷം കോടി കോശങ്ങളുണ്ട് ഒരാളുടെ ശരീരത്തിനകത്ത്. അപ്പോൾ നമ്മൾ വ്യായാമം ചെയ്യുന്ന ഒരാളുടെ ശരീരത്തിനകത്ത് എന്ത് ചെയ്യുന്നത് കോശങ്ങളൊക്കെ ഒരു വിധം എന്ത് ചെയ്യും നന്നായിട്ട് വർക്കിംഗ് ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും. വ്യായാമം ചെയ്യാത്ത ആളുകൾക്ക് എന്ത് ചെയ്യും ഒരുപാട് കോശം കോടിക്കണക്കിന് കോശങ്ങൾ എന്ത് ചെയ്യും ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അവിടെ പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഡീപ്പ് ബ്രീത്തിങ് വഴി നമ്മൾ ശരീരം വ്യായാമം ചെയ്യുന്ന വഴി എന്ത് ചെയ്യും ശരീരത്തിനകത്തുള്ള ഈ ഓക്സിജൻ എന്ത് ചെയ്യും എല്ലാ കോശങ്ങളിലേക്ക് പോവുകയും കോശങ്ങൾ എന്ത് ചെയ്യും അവിടെ പവർ അവിടെ കെമിക്കൽ റിയാക്ഷൻ നടത്തുകയാണ് അല്ലേ. ശരീരത്തിനകത്ത് നിന്ന് പോകുന്ന ഓക്സിജനും ബ്ലഡിൻ്റെ ന്യൂട്രീഷനും കൂടിയിട്ട് എന്ത് ചെയ്യും ആ കോശങ്ങൾ അവിടെ റിസീവ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യും കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് അവിടെ പവർ ജനറേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ മൊത്തം ശരീരത്തിനകത്ത് കോടാനുകോടി സെല്ലുകൾ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും നിങ്ങളുടെ ശരീരത്തിനകത്ത് ഒരു ഉന്മേഷവും ഒരു എന്താണ് ഊർജ്ജമൊക്കെ വരും. അതാണ് പറയുന്നത് സ്റ്റാമിന കൂടിയിട്ടുണ്ടോ ലേഡീസ് ഉണ്ടോ? എനിക്ക് എങ്ങനെ അറിയാം സ്റ്റാമിന കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 5 അടിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അടിക്കുക. ഓക്കെ റെഡി 5 അടിച്ച് കഴിഞ്ഞാലല്ല ഞാൻ 5 എന്ന് പറയുമ്പോൾ 5 അടിക്കുക. അപ്പോഴേ നിങ്ങൾ സ്റ്റാമിന കൂടി എനിക്ക് പറയാൻ പറ്റും. റെഡി 5 ഗുഡ്. അപ്പോൾ സ്റ്റാമിന കൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് സ്റ്റാമിന കൂടിയത്. പിന്നെ നമുക്ക് നിങ്ങളുടെ ശരീരത്തിനകത്ത് ബലം കിട്ടിയിട്ടുണ്ട് അല്ലേ, നിങ്ങളുടെ ശരീരത്തിനകത്ത് റീജുവിനേഷൻ പുനർജന്മം കിട്ടിയിട്ടുണ്ട്, മസിലുകൾ ശക്തി കൂടിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായോ? ഓക്കെ ഗുഡ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെക്സാൻ്റെ സ്ട്രക്ചർ പറഞ്ഞു, എങ്ങനെയാണ് റീജുവിനേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിന് സ്റ്റാമിന കിട്ടുന്നതെന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്ത സെക്ഷൻ ഇനി നമ്മൾ വേണ്ടത് ഇപ്പം നിങ്ങൾ വ്യായാമമൊക്കെ ചെയ്ത് ഒക്കെ ക്ലിയർ ആണല്ലേ, നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ആഹാരം കഴിക്കാൻ കഴിയുന്നുണ്ട് അല്ലേ. എല്ലാവരും നന്നായി ആഹാരം കഴിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഡൈജഷന് ഇഷ്യൂ ഉണ്ടോ? ഇല്ല, വളരെ നന്നായിട്ട് ആഹാരം കഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കഴിഞ്ഞ നിങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് എത്രയായി 10 മാസമായിട്ടുള്ളൂ. 11 മാസമായി അല്ലേ. അപ്പം നിങ്ങൾ മെക്സാൻ്റെ പ്രാക്ടിക്കൽ മാത്രമേ ചെയ്തു. ഇനിയാണ് തിയറിയിൽ നിങ്ങൾ എന്താ വേണ്ടി വെച്ചാൽ ഇപ്പം നമുക്ക് നിങ്ങൾ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ മെക്സാൻകാർ 4 ആൾ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഒരു 5 പ്ലേറ്റ് അല്ലെങ്കിൽ 10 പ്ലേറ്റ് വന്നാലും ഒക്കെ തട്ടിപ്പോവും അല്ലേ. സുഖമായിട്ട് എന്ത് ചെയ്യും ഭക്ഷണം കഴിക്കും. കഴിയുണ്ടോ അല്ലേ? കഴിയുണ്ടോ? ജെൻസ് പറയട്ടെ, അവർക്കറിയാം 4 മെക്സാൻകാർ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സപ്ലയർ എന്ത് ചെയ്യും അന്തം എടുത്ത് എങ്ങോട്ടായി പോകുന്നു നോക്കും, അതേപോലെ തട്ടിപ്പോവും. അപ്പോൾ ഇനി എന്താ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നമുക്ക് ഭക്ഷണ കാര്യത്തിൽ വളരെ നിയന്ത്രണം വേണം. അപ്പോഴേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ. നിങ്ങൾ വ്യായാമം ചെയ്താൽ മാത്രം നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല. ഭക്ഷണത്തിൽ നല്ല നിയന്ത്രണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണ്ട ഭക്ഷണം ഉച്ചയ്ക്ക് നല്ല ഹെവി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നല്ല കല്യാണത്തിനാണ് നിങ്ങൾ വന്നത്, ഭക്ഷണം കഴിച്ചോളൂ. എത്ര നിങ്ങൾ തട്ടാൻ പറ്റും തട്ടിക്കോളൂ, നോ പ്രശ്നം. കാര്യം കഴിക്കാം. കഴിഞ്ഞാൽ പിന്നീട് രാത്രി നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ മുതിരാൻ പാടില്ല. ഉച്ചയ്ക്ക് ഒരു ഹെവി ഭക്ഷണം കഴിച്ചു, ഒരു കല്യാണത്തിന് പോയി ഒരു ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി എന്തെങ്കിലും ബിരിയാണി നിങ്ങൾ കഴിച്ചിട്ടുണ്ട്, ഹെവിയാണ് അല്ലേ. നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം എന്താ കഴിക്കുന്നത് കഴിച്ചോളി, നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ രാത്രി പിന്നെ നിങ്ങൾ ഒരു ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ ഇരിക്കാൻ പാടില്ല. പിന്നെ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങൾ ഒതുക്കണം. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യുക? ഫ്രൂട്ട്സ് കഴിക്കുക. ഫ്രൂട്ട്സ് കഴിച്ചും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിൽ മതിയാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക? ഒരു 2 ആഴ്ച കഴിഞ്ഞ് വെറും ഗ്ലാസ് വെള്ളത്തിൽ മാത്രം നിങ്ങൾ നിലനിർത്തുക. ഉച്ചയ്ക്ക് നിങ്ങൾ ഹെവി ഭക്ഷണമാണ് കഴിച്ചതെന്നുണ്ടെങ്കിൽ രാത്രി നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുക. അങ്ങനെ ശീലമുള്ള ആരെയുണ്ടോ? ഒന്ന് കൈവക്കി. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഉച്ചയ്ക്ക് ഹെവി കഴിച്ച് രാത്രി കഴിക്കുന്നില്ല. വെരി ഗുഡ്. കഴിക്കില്ല അതെ. ഓക്കെ ഗുഡ്. ഉച്ചയ്ക്ക് ഹെവി കഴിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കഴിക്കരുത്. വെറും വെള്ളം അത് മതി. നമുക്ക് വേണ്ട ഊർജ്ജം നമുക്ക് എത്ര വേണ്ടത്? ശരാശരി 2200 മുതൽ 2200 കലോറി മതി. ഈ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് എത്രയായി? 3000-4000 കലോറി. കാരണം ഒരു പ്ലേറ്റിലല്ലേ തിന്നുന്നത്, 2 പ്ലേറ്റൊക്കെ അടിച്ചിട്ടല്ലേ പോവുക, ആണോ അല്ലേ? അത് നല്ല ചിക്കനും മട്ടനും അല്ലെങ്കിൽ ബീഫും ഇതൊക്കെ ആയിരിക്കും കിട്ടുന്ന ഒരു പക്ഷേ. അപ്പോൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നല്ല ഒരു ദിവസത്തേക്കുള്ള ഊർജ്ജം രാവിലെ ഉച്ചക്കനെ കിട്ടി. രാവിലെ വേറെ എന്തൊക്കെ തിന്നിട്ടുണ്ടാവും അല്ലേ? രാവിലെ 1000 കലോറി കേട്ടിട്ടുണ്ട് നിങ്ങൾ ആൾറെഡി, അതിൻ്റെ കൂടെ ഉച്ചക്ക്. അപ്പോൾ പിന്നീട് രാത്രി നിങ്ങൾ കഴിക്കാൻ പാടുള്ള ഒരു കണ്ടീഷനാണ്. ഓക്കെ, ഈ കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഒരു ക്ലാപ്പിംഗ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ബ്രെയിനിലോട്ട് ഇട്ട് ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഞാൻ കഴിക്കില്ല എന്ന തീരുമാനത്തിൽ നിങ്ങൾ എത്തുക. ഓക്കെ, അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് നിങ്ങൾ ആരോഗ്യം നിലനിർത്തി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അടുത്തത് ഇനി
ഉച്ചയ്ക്ക് നിങ്ങൾ നോർമൽ ഭക്ഷണമാണ് കഴിച്ചത് അല്ലേ? ഉച്ചയ്ക്ക് സാധാരണ എന്നും നമുക്ക് ഇതുണ്ടാവും, കല്യാണം ഉണ്ടാകും, ആഴ്ചയിൽ 2-3 കല്യാണമൊക്കെ ഓക്കെ ആഴ്ചയിൽ. ഉച്ചയ്ക്ക് നോർമൽ ഭക്ഷണമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സാധാരണ അരി ഭക്ഷണം അല്ലേ കഴിച്ചു. രാത്രി ഭക്ഷണം നിങ്ങൾ കഴിക്കേണ്ടത് 7 മണിക്കാണ്. 7 മണിക്ക് എന്ത് ചെയ്യുക? നിങ്ങളെ ഭക്ഷണം 7 മുതൽ 7:30 നിങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കണം. അത് നിങ്ങൾ എന്ത് ചെയ്ത് നീട്ടിക്കൊണ്ടുപോയിട്ട് 10 മണിക്ക് കഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ 10 നിർത്തുക. നിങ്ങളെ ഭർത്താവിന് കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ വീടുകളിൽ നിങ്ങളെ ഭക്ഷണം എന്ത് ചെയ്യുക? 7 മണിക്ക് കഴിക്കുന്ന രീതിയിലേക്ക് വരിക. പറ്റുമോ? 7 മണിക്ക് ഭക്ഷണം കഴിക്കണം. ഓക്കെ, 7 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കിച്ചൺ ലേഡീസിന് എന്ത് ചെയ്യാൻ പറ്റും? പൂട്ടിയിട്ട് നിങ്ങളെ കാര്യങ്ങൾ നോക്കാം. അല്ലെങ്കിൽ ഭർത്താവ് 10 മണിക്ക് വന്നെടുത്ത് ചൂടാക്കിയിട്ട് അദ്ദേഹത്തിന് കൊടുക്കും, നമ്മളും കൊടുത്ത് തിന്നിട്ട് അപ്പോൾ 10-10:30 കിടന്നു തുടങ്ങിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ മാക്സിമം ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഭക്ഷണം നേരത്തെ കഴിക്കാൻ നിങ്ങൾ റെഡിയാവുക. ഹെവി കഴിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കഴിക്കരുത്. അപ്പോൾ 7 മണിക്ക് ഭക്ഷണം കഴിച്ചു. ഓക്കെ, പകൽ നിങ്ങൾ രാവിലെ മോർണിംഗ് എത്രയൊക്കെ വേണമെങ്കിൽ കഴിച്ചോളൂ. രാവിലെ നിങ്ങൾ എത്ര നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത് കഴിച്ചോളൂ, പ്രശ്നമില്ല. ഉച്ചക്ക് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ രാത്രി ഭക്ഷണം ഇതേപോലെ എന്ത് ചെയ്യുക? എന്താണ് ലിമിറ്റ് ചെയ്തുകൊണ്ട് കഴിക്കാം. അപ്പോൾ ഉച്ചക്ക് കഴിച്ചു, രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 7 മണിക്ക് ഹെവി ആയിട്ട് കഴിക്കണോ? വേണ്ട, കുറഞ്ഞ ഭക്ഷണം കഴിച്ചാൽ മതി. ഇനി എല്ലാ ദിവസവും നമുക്ക് 7 മണിക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷേ രാത്രി 10 മണിക്ക് എപ്പോഴും കഴിക്കേണ്ട അവസ്ഥ ഉണ്ടാവും. നോർമൽ ഡേയ്സിൽ അങ്ങനെ എന്തെങ്കിലും കഴിക്കേണ്ടതുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം. ലൈറ്റായി കഴിക്കുമ്പോൾ ലൈറ്റായിട്ട് കഴിക്കുക, എന്നാൽ കുറച്ച് കഴിക്കുക. ചോറ് നിങ്ങൾ കഴിക്കുന്നത് ഇത്ര മാത്രം എടുത്താൽ മതി. അല്ലാതെ പ്ലേറ്റ് മാത്രം ഫുള്ള് നിറച്ചിട്ട് രാത്രി 10 മണിക്ക് നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ടുകൊണ്ടേ തള്ളരുത് കേട്ടോ. അത് നിങ്ങൾക്കും കേടാം, നിങ്ങളുടെ ഭർത്താവിനും കേടാം. മൂപ്പര് തട്ടിക്കോളും. മൂപ്പര് മാക്സിമം ഒന്നും വന്നിട്ടുണ്ടാവില്ല, മൂപ്പര് ഇരുന്ന് തട്ടിക്കോളും. അപ്പം വളരെ കുറച്ചിട്ട് എന്ത് ചെയ്യുക? ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ത് ചെയ്യുക? വളരെ കുറഞ്ഞ അളവിൽ രാത്രി ലേറ്റായിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ ലേറ്റായിട്ട് കഴിക്കുക. നിങ്ങൾ 7 മണിക്ക് കഴിക്കുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യുക? കുറഞ്ഞ രീതിയിൽ ഭക്ഷണം എടുക്കുക. ഓക്കെ, ഈ 2-3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഭക്ഷണത്തിൽ ഉച്ചക്ക് ഭക്ഷണം നിങ്ങൾ കഴിക്കുമ്പോൾ ദയവേത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സലാഡ് എന്നുള്ള സിസ്റ്റം നമ്മളെ കൊണ്ടുവരിക. സലാഡ് കഴിക്കുന്ന എത്ര ആളുണ്ട്? സലാഡ് കഴിക്കുന്ന എത്ര ആളുണ്ട്? ഒന്ന് കൈപൊക്കി. ഒക്കെ സലാഡ് ഉണ്ടോ? ഭയങ്കര മാറ്റം കേട്ടോ, സമ്മതിച്ചിരിക്കുന്നു. സലാഡ് കഴിക്കുന്നുണ്ട്. ഈ സലാഡ് സിസ്റ്റം വളരെ നല്ലതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? അതിനകത്ത് ഒരു വലിയ ഉള്ളിയില്ലേ, വലിയ ഉള്ളി, ബോംബെ ഉള്ളി എന്ന് പറയുന്നത് വലിയ ഉള്ളി, അത് വെട്ടിമുറിച്ച് അതിനകത്തില്ല. പിന്നെ എന്ത് ചെയ്യുക? കക്കരി അല്ലേ, വേണമെങ്കിൽ കുറച്ച് തക്കാളി, ഇതേപോലെ എന്ത് ചെയ്യാം? എന്താണ് കരിവേപ്പില, അമറ്റൊക്കെ എന്ത് ചെയ്യുക? അതിനകത്ത് ഇട്ടിട്ട് നിങ്ങൾ കഴിക്കുക. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഒരു പരിധി വരെയൊക്കെ കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാം? പിടിച്ചു നിർത്താൻ പറ്റും. അപ്പോൾ സലാഡ് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഉച്ചഭക്ഷണം കുറച്ച് എന്താണ് അരിഭക്ഷണം കുറച്ച് കുറക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ രീതി സലാഡ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ട് തന്നെ പോവാം. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. റെഡിയാണല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ സലാഡ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, വലിയ ഉള്ളി കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായി ഫാസ്റ്റ് ചെയ്യാൻ പറ്റും. കോട്ടിംഗ് ഉണ്ടാവില്ല. അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. വലിയ ഉള്ളി കഴിക്കുമ്പോൾ, സലാഡ് കഴിക്കുമ്പോഴുള്ള വലിയ ഗുണങ്ങളാണ്. നമ്മുടെ ശരീരത്തിനകത്ത് ഈ കോട്ടിംഗ് ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞുകൊണ്ടല്ലേ ക്ലോട്ടിംഗ് വരാനൊക്കെ സാധ്യതയൊക്കെ എന്ത് ചെയ്യും? നന്നായിട്ട് കുറക്കാൻ പറ്റും. പക്ഷെ നമ്മൾ സലാഡ് കഴിക്കുന്ന രീതി വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ സലാഡ് കഴിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഭക്ഷണം തുടങ്ങുക കേട്ടോ. എപ്പോഴും എന്ത് ചെയ്യുക? 5 രൂപേൻ്റെ 10 രൂപേൻ്റെ ചിലവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒരു ജീവിത രീതിയാക്കി മാറ്റാൻ ശ്രമിക്കുക. റെഡിയാണോ? ഓക്കെ, അടുത്ത് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിതൊക്കെ ചെയ്തതിൻ്റെ ശേഷം എന്ത് ചെയ്ത്? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്ത് ചെയ്ത് നമ്മൾ നിരന്തരം അപ്പോൾ നമ്മുടെ അടുത്ത് എല്ലായിടത്തും പൈസ ഉണ്ട് അല്ലേ? എന്താണ് 10 രൂപ എടുത്താൽ ഏറ്റവും നല്ല പപ്സ് കിട്ടും, അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ കിട്ടും അല്ലെ? സ്കൂൾ വിട്ട് പോകുമ്പോഴോ കുട്ടികൾ വീട്ടിൽ നിന്ന് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു 10 രൂപേൻ്റെ പപ്സ് അല്ലെങ്കിൽ അതേപോലെ സാധനം വില കുറഞ്ഞ സാധനങ്ങൾ എന്ത് ചെയ്യും? നല്ല ടേസ്റ്റുള്ള സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും. അത് പൂർണ്ണമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത്തരം രീതി കുട്ടികൾക്ക് കൊടുക്കുന്നതോ ഉണ്ടാക്കി കൊടുക്കുന്ന രീതി പൂർണ്ണമായിട്ട് നിർത്തുക. ബേക്കറി ഐറ്റംസ്, ചിപ്സ്, കേക്കുകൾ, പിന്നെ മിക്സർ, ഇത്തരം സാധനങ്ങളൊന്നും തന്നെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കരുത്. നിങ്ങൾ ദയവേത് നിങ്ങൾ സ്റ്റോർ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് വീടുകളെവിടെയും പോയി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തിന്നോളി. നിങ്ങളെവിടെയും വീടുകളിൽ പോയി കിട്ടുകയാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് ചെയ്തോളി, പ്രശ്നമില്ല. പക്ഷെ നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുവന്ന് വെക്കാൻ പാടില്ല. എത്ര ആൾ വീടുകളിൽ എന്താണ് ഇല്ലാത്തവരെത്ര ഉണ്ട്? അങ്ങനെ രീതി ഇല്ലാത്ത എത്ര ആളുണ്ട്? ഇത് ഒരാളേ ഉള്ളൂ, ഫെബിന അബിയും മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ ഉണ്ട്. ഓക്കെ, ഗുഡ്. നിങ്ങൾ വീടുകൾ ഇതാണ് ഏറ്റവും നല്ല വീട്. ഇപ്പൊ ആണുങ്ങളെല്ലാവരും ഇത് കൊണ്ടുവന്ന് വെച്ച് അടിക്കുന്നവരാണ് എനിക്ക് മനസ്സിലായല്ലേ? അല്ലേ? രാവിലെ എന്ത് ചെയ്ത് മെക്സിക്കൻ വ്യായാമമൊക്കെ കഴിഞ്ഞ് കാൽമേലെ കാലും കയറ്റി വെച്ച് ടി വി കാണുമ്പോൾ ഒരു എന്താണ് എന്ത് ചെയ്യുന്നത്? ഒരു പ്ലേറ്റ് മിച്ചർ വാങ്ങി തട്ടും. ഒരു ദിവസം കൊണ്ട് 1 കിലോ തീരും. നിങ്ങൾ നോക്കി അത് നിങ്ങൾ ഇങ്ങനെ ഭക്ഷണ രീതി ഇങ്ങനെ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. വ്യായാമം ചെയ്തിട്ട് ഒരു കാര്യമില്ല. പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക? ബേക്കറി ഐറ്റംസ് വീടുകളിൽ കൊണ്ടുവരും. പകരം നിങ്ങൾക്ക് എന്താ വേണ്ടത്? കോഴിമുട്ട പുഴുങ്ങി കഴിക്കാം, പഴം അല്ലേ, നേന്ത്രപ്പഴം വാങ്ങാം, അല്ലെങ്കിൽ പിന്നെ നട്ട്സുകൾ കഴിക്കാം, അല്ലെങ്കിൽ മറ്റ് എന്താണ് പയറുവർഗ്ഗങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന കഴിക്കാം. കുട്ടികൾ ഒന്നാം ഉണ്ടാക്കി കൊടുക്കും അല്ലേ, ഉപ്പുമാ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ എന്ത് ചെയ്യുക? നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരിക. കൂടാതെ ഒരു വിഷയം കൂടെ എന്ത് ചെയ്യുക? നിങ്ങളുടെ വീടുകളിൽ പൂർണ്ണമായിട്ട് 2 ഐറ്റം കൂടെ നിങ്ങൾ ഒഴിവാക്കണം. എന്ത്? ഓയിൽസ് അല്ലേ, പാം ഓയിലും സൺഫ്ലവർ ഓയിലും നെയ്യ്, മറ്റേ ഇതില്ല എന്താണ് പറയുക, ഡാൽഡ പോലുള്ള ഒരു സാധനമില്ലേ, കട്ടി നെയ്യ്,
അതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീടുകളിൽ നിന്ന് ഒഴിവാക്കുക. നിങ്ങളെ ഭക്ഷണത്തിനൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. അതൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ട് നിങ്ങളെ ആരോഗ്യം നശിപ്പിക്കും. നമ്മൾ വീടുകളിൽ എന്താ വേണ്ടി, കോക്കനട്ട് ഓയിൽ ഉണ്ട് ഇല്ലേ, വെളിച്ചെണ്ണ. അതുകൊണ്ടാണ് നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കേണ്ടത്. വെളിച്ചെണ്ണ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുന്ന എത്ര ആളൊന്ന് കൈപൊക്കി. ഗുഡ്സ്. ആണുങ്ങൾക്ക് ആരുമില്ല, ആണുങ്ങൾക്ക് അറിയില്ല എന്താ തിന്നുന്നത് അല്ലേ. ആണുങ്ങൾക്ക് അറിയില്ല എന്താ തിന്നുന്നത്, കിട്ടുന്നത് തിന്നു പോകും. നിങ്ങളാണ് സാധനം വീടുകൾ വാങ്ങിക്കൊടുക്കുന്നത്. നിങ്ങൾ വീടുകളിൽ എന്ത് ചെയ്യുക, ആ പാം ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ മറ്റാ നെയ്യ് പൂർണ്ണമായിട്ട് നിർത്തുക. വെളിച്ചെണ്ണ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് അല്ലേ. കൈപൊക്കി. ടേസ്റ്റ് അറിയുന്നവർ നല്ല ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ ആദ്യം നമ്മളിത് പറഞ്ഞാൽ വീട്ടുകാർ സമ്മതിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ട് ഈ സാധനങ്ങൾ കംപ്ലീറ്റ് വീടുകളിൽ നിന്ന് എന്ത് ചെയ്യുക, ഒഴിവാക്കുക കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് ഈ വ്യായാമം ചെയ്തുകൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ ഈ രീതിയിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടുവരിക. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടോ? ഒരു ക്ലാപ്പ് ചെയ്തോ. 5 5 5 5. അപ്പോൾ നിങ്ങൾ തയ്യാറാണ്, റെഡിയാകണം, സ്വീകരിക്കാൻ റെഡിയാണ്. ഭക്ഷണ രീതിയിൽ വലിയ കാതലായ മാറ്റങ്ങൾ അല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നടപ്പിലാക്കുക. നടപ്പിലാക്കുമോ? ആക്കുമോ? പോരാ, എനർജി പോരാ. ആക്കുമോ? യെസ്. എന്താ സൗണ്ട് ഇല്ലാത്തത്? സൗണ്ട് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ പൂർണ്ണമായിട്ടും വരുത്തിയാൽ മാത്രമേ നിങ്ങൾ ഈ മെക്സാം ഇവിടെ വന്നിട്ട് കസർത്ത് നടത്തിയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങളിവിടെ കുറച്ച് കസർത്ത് കാട്ടിയിട്ട് ഞാനിതിൻ്റെ ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ജീവിതത്തിൽ ഭക്ഷണത്തിൽ നല്ല കാതലായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക. ഭക്ഷണം അതേപോലെ കഴിക്കുക, ആവശ്യത്തിന് മാത്രം കഴിക്കുക, അനാവശ്യമായിട്ട് നമ്മൾ കഴിക്കണ്ട കേട്ടോ. നമുക്ക് എനർജി, നമുക്ക് എത്രത്തോളം എനർജി ആവശ്യമുണ്ട് നമുക്കറിയാമല്ലോ. നമ്മൾ പണ്ട് ഉള്ള അത്രയും ശാരീരിക അധ്വാനമുള്ള ജോലികളൊന്നും തന്നെ നമ്മൾ വീടുകളില്ല. അപ്പം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഭക്ഷണം കഴിക്കുക. അപ്പോൾ ആളുകൾ പൊതുവെ ഭക്ഷണം കഴിക്കുന്നതിന് മിതത്വം വരുന്നുണ്ട് ഇല്ലേ, വരുന്നുണ്ടല്ലേ. മെക്സിക്കൻകാർ മാത്രം കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് തോന്നുന്നു അല്ലേ. രാത്രി ഭക്ഷണം കുറച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ആയി. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ കണ്ടിട്ടാണ് നമ്മളെ കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാറ്റങ്ങൾ കൊണ്ടുവന്ന് കുട്ടികൾക്കും കൂടി എന്ത് ചെയ്യുക, അതിൻ്റെ മാറ്റങ്ങൾ പഠിക്കുക. ഇനി അടുത്തത് വെള്ളം. മിനിമം എന്ത് ചെയ്യണം, നിങ്ങളുടെ 20 കിലോ ഉണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് ശാസ്ത്രം പറയുന്നത് അല്ലേ. 20 കിലോ ഉണ്ടെങ്കിൽ 1 ലിറ്റർ. അപ്പോൾ 3 ലിറ്റർ വെള്ളം കുടിക്കാൻ കഴിയുമോ? 3 ലിറ്റർ ഒന്നും ആരും കുടിക്കില്ല. എന്നാൽ മിനിമം 2 ലിറ്റർ വെള്ളമെങ്കിലും എന്ത് ചെയ്യണം. ഒരു 50 കിലോ 60 കിലോ എല്ലാവരും വെയിറ്റ് ഉണ്ട്, 60-70 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ 2 ലിറ്റർ വെള്ളം അല്ലേ. ഞാൻ പറഞ്ഞോണ്ട് 2 ലിറ്റർ വെള്ളം കുടിക്കണമെന്നില്ല. നിങ്ങൾ രാവിലെ വരുമ്പോൾ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. 2 ഗ്ലാസ് വെള്ളം കുടിക്കുന്ന എത്ര ആളുണ്ട്? വെറും വയറ്റ്. ഗുഡ്, വെരി ഗുഡ്. നമുക്കൊരു പ്രൊസീജിയർ, മെക്സാന്റെ പ്രൊസീജിയർ. രാത്രി എന്ത് ചെയ്യുക, നിങ്ങൾ രാത്രി എന്ത് ചെയ്യുക, ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, 1 ഗ്ലാസ് വെള്ളം കുടിക്കുക. രാവിലെ നിങ്ങൾ എണീറ്റിട്ട് ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, വെള്ളം ചൂടാക്കി വെക്കുക. വെള്ളം ചൂടാക്കിയിട്ട് വെക്കുക. തണുത്തിട്ടുണ്ടാവും അല്ലേ. രാവിലെ ആകുമ്പോൾ മൺചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെ തണുക്കും. വീണ്ടും എന്ത് ചെയ്യുക, ഒരു ലൈറ്റ് ഹോട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഭയങ്കര ചൂടാണ്, ചെറിയ ചൂട്, വാമപ്പ് എന്ന് പറയും അല്ലേ. ചൂടാക്കി ആ വെള്ളം കുടിക്കുക. ആ വെള്ളം കുടിക്കുക. എന്താ, ബ്രഷ് ചെയ്യാൻ പാടില്ല, ബ്രഷ് ചെയ്യാതെ കുടിക്കുക. കുടിച്ചാൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ വായനകത്തുള്ള ഒരുപാട് അമ്ലങ്ങൾ, രസങ്ങൾ എന്ത് ചെയ്യും, നേരെ ശരീരത്തിനകത്തോട്ട് തന്നെ പോകും. അകത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഈ ബാക്ടീരിയകളൊക്കെ തന്നെ എന്ത് ശരീരത്തിന് നമുക്ക് എന്ത് ചെയ്യും, ഡൈജഷന് വളരെ നല്ല ഉപകാരപ്പെടും. പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രയാസങ്ങളെയും പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും, അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു 4-5 ദിവസം, ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കറക്റ്റ്, നിങ്ങൾ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടോയ്ലറ്റിൽ പോയിട്ട് നിങ്ങളുടെ കാര്യം സാധിക്കാം. ഇപ്പം തന്നെ നമുക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവില്ല അല്ലേ. പ്രയാസമുണ്ടോ? ടോയ്ലറ്റിൽ ആരെങ്കിലും പ്രയാസമുണ്ടോ? മെക്സിക്കൻകാർ ഒരു പ്രയാസം ഉണ്ടാവില്ല. വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഡൈജഷൻ ക്ലിയർ ആണ്, ഉറക്കം ക്ലിയർ ആണ്. ഇതൊക്കെ തന്നെ മെക്സിക്കൻ്റെ വിജയം. അപ്പം നമുക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യും, ആ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യുക, വെള്ളം 2 ഗ്ലാസ് രാവിലെ കുടിക്കുക. വന്നതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു 2 ഗ്ലാസ് കുടിക്കുക. വൈകുന്നേരം 2 ഗ്ലാസ് കുടിക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, രാത്രി ഉറങ്ങുന്നതിന് 1 ഗ്ലാസ്. അപ്പോഴേക്കും എന്ത് ചെയ്യും, 10 ഗ്ലാസ് ആയിരുന്നു. 10 ഗ്ലാസ് ഈക്വൽ ടു അല്ലേ, 10 ഗ്ലാസ് 200 ml ഗ്ലാസ് എടുത്താൽ മതി അല്ലേ, ചെറിയ. അപ്പോൾ അങ്ങനെ 10 ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ എത്രയായി, 2 ലിറ്ററായി. അങ്ങനെ എന്ത് ചെയ്യാൻ പഠിക്കുക. ഇനി നമ്മളൊക്കെ ഭയങ്കര തിരക്കുള്ളവരാണ്. തിരക്കുള്ളവർക്ക് എന്തേ സംഭവിക്കുന്നത്, നമുക്ക് എന്താ ചെയ്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. കഴിഞ്ഞ 5 മിനിറ്റ് 10 മിനിറ്റ് മുമ്പ് നമ്മളെന്താ വെച്ചാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ വെള്ളം കുടിച്ചോലേ എന്ന് ഓർമ്മിക്കാൻ എന്താ ചെയ്യുക, മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം നോക്കിക്കഴിഞ്ഞാൽ മൂത്രത്തിൻ്റെ കളർ നോക്കി അറിയാൻ പറ്റും. നിങ്ങൾ റെഡിഷ് കളറാണെങ്കിൽ, ഭയങ്കര ബ്രൗണിഷ് കളറാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വെള്ളം കുടിച്ചിട്ടില്ല, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അപര്യാപ്തത വളരെയാണ്. അപ്പം എന്ത് ചെയ്യും, നിങ്ങൾ അന്നേരമെങ്കിലും മനസ്സിലാക്കിയിട്ട് ആ വെള്ളം കുടിക്കുക. ഓക്കെ. വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ എന്താ പറ്റുക, നമ്മുടെ ശരീരം ബോഡി ലിക്വിഡ് സിസ്റ്റമാണ്. ഒരു 65% നമ്മുടെ ബോഡിനകത്ത് വെള്ളം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഫംഗ്ഷനും ഇൻക്ലൂഡിങ് നമ്മളെ ബ്ലഡ് സർക്കുലേഷന്, ബ്രെയിൻ വർക്ക്, നമ്മുടെ തൊലികൾ, ഇതിനൊക്കെ എന്താ വെള്ളം വേണം അല്ലേ. മുട്ടിന് വേദന വരാനൊക്കെ എന്താ കാരണം, വെള്ളം കുറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യാം, വെള്ളം സഫിഷ്യൻ്റ് ആയിട്ട് കൊടുക്കുക, വെള്ളം ആവശ്യത്തിന് കുടിക്കുക. ഈ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് പ്രയാസങ്ങൾ എന്ത് ചെയ്യാം, ജീവിക്കാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ വെറും ഒരു ചായ കുടിച്ച് നിങ്ങൾക്ക് ജീവിക്കാം. എന്തെങ്കിലും പറ്റുമോ? ഒന്നും പറ്റില്ല. നിങ്ങൾ രാവിലെ 1 ഗ്ലാസ് വെള്ളം കുടിച്ച് പിന്നെ ചായ കുടിച്ചു, അത് മതി, ശരീരം ഓടും, ഒരു പ്രയാസമില്ല. പക്ഷേ
അതിന് ഡാമേജുകൾ സംഭവിച്ചു കൊണ്ടേയിരിക്കും. ഒരു പുതിയ മോട്ടോർ സൈക്കിൾ വാങ്ങി നമ്മൾ അതിനെ കെയർ ചെയ്യുന്നില്ല, അതിൻ്റെ ലൂബ്രിക്കേഷൻ കൊടുക്കുന്ന ചെയിന് വാക്സിൻ ചെയ്യുന്നില്ല, ചെയിന് ഓയിൽ കൊടുക്കണം അല്ലേ. ഒരു 5 കൊല്ലം ഓടുമ്പോഴത്തെ എന്ത് ചെയ്യും, വണ്ടി എന്ത് ചെയ്യും, പട്ട് നശിച്ചു പോയിട്ടുണ്ടാവും. അതായത് നമ്മളതിനെ ക്ലീൻ ചെയ്ത് ലൂബ്രിക്കേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 10-15 കൊല്ലം സുഖമായിട്ട് വണ്ടിയോടും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, വണ്ടി നശിച്ചു. അതേപോലെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും വെള്ളം ആവശ്യമാണ്. അപ്പം എന്ത് ചെയ്യാം, ആവശ്യം അനുസരിച്ച് എന്ത് ചെയ്യാം, ആ വെള്ളം നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവുക. ഓക്കെ, 1 ലിറ്റർ വെള്ളം കുടിക്കുന്ന എത്ര ആളുണ്ടെന്ന് പറഞ്ഞു? ഒന്ന് കൈപ്പൊക്കി. 2 ലിറ്റർ. ഓ, ഭയങ്കര വിജയമായിട്ട് തായക്കോട് എല്ലാവരും. ഇത് ജിതേഷ് പറഞ്ഞു കൊടുത്താണോ ജിതേഷ്? ഗുഡ്സ് 3 ലിറ്റർ. അടുത്ത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ജീവിതശൈലി രോഗങ്ങൾ. ഇപ്പം നമ്മൾ 4 വിഷയമായിട്ട് പറഞ്ഞു അല്ലേ. ഭക്ഷണം പറഞ്ഞു, എങ്ങനെയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു അല്ലേ, വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു. ഒരു ക്ലാപ്പ് ചെയ്ത് അത് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ ബ്രെയിനകത്തോട് കയറിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, അടുത്തത് ജീവിതശൈലി രോഗങ്ങളാണ് അല്ലേ. നെക്സ്റ്റ്, നിങ്ങൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടോ മെക്സോൻ്റെ വ്യായാമം ചെയ്യുന്ന വഴി നിങ്ങൾക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്? ലേഡീസിന് ചോദിക്കുകയാണെങ്കിൽ ഇൻക്ലൂഡിങ് മൈഗ്രേഷൻ വരെയുള്ള. മൈഗ്രേഷനിൽ എത്ര ലേഡീസ് ഉണ്ടാവുന്ന കൈപൊക്കി? മൈഗ്രേഷൻ ഉണ്ടായിരുന്നത് ഒരുപാട് മൈഗ്രേഷൻകാരുണ്ട് അല്ലേ. ജീവിതകാലം ഫുള്ള് മരുന്ന് കുടിക്കാൻ വിധിക്കപ്പെടുന്ന സംഭവമാണ് മൈഗ്രേഷൻ. തുടങ്ങിക്കഴിഞ്ഞാൽ അതേപോലെ പ്രഷർ പോലെ, എന്താണ്, പ്രമേയം പോലെയാണ് അല്ലേ. ആ മൈഗ്രേഷൻ തീർന്നിട്ട് അവർക്ക് മരിക്കാൻ കഴിയില്ല. പ്രമേയക്കാരും അങ്ങനെ തന്നെ. എന്താണ്, വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, മരിക്കുക, മൂക്കിൽ പഞ്ഞി ചെയ്യണം, അപ്പോഴേ പ്രമേയം തീരുള്ളൂ. പക്ഷേ ഇന്ന് മെക്സം വന്നതിന് ശേഷം ഇത്ര എല്ലാ പ്രയാസങ്ങളെയും രോഗങ്ങളെയൊക്കെ എന്ത് ചെയ്ത് നമുക്ക് ശരീരത്തിൽ നിന്ന് മാറ്റി ഒഴിവാക്കാൻ പറ്റുമെന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രയാസങ്ങളെയും നമുക്ക് ശരീരത്തിൽ നിന്ന് മാറ്റാൻ പറ്റും. നമുക്ക് എന്താ വേണ്ടി വെച്ചാൽ നമ്മൾ ബോധം അല്ലേ, നമ്മൾ ആരോഗ്യത്തിൻ്റെ ഒരു ബോധം വേണം. ആരോഗ്യത്തിന് നമ്മൾ വ്യായാമം ചെയ്താൽ മാത്രം പോരാ, നമുക്ക് എന്ത് വേണം, എന്താ വേണ്ടി ബോധം വേണം, ബോധോദയം വേണം. എന്ന് പറഞ്ഞാൽ എൻ്റെ ആരോഗ്യം അല്ലേ, നിങ്ങൾ വ്യായാമം ചെയ്യുന്നുണ്ട്, പക്ഷേ അത് എവിടെയാണ് അതിൻ്റെ സ്റ്റാറ്റസ്? എൻ്റെ ആരോഗ്യം ഇപ്പോൾ എവിടെ നിൽക്കുന്നത്? ഇപ്പോൾ എവിടെ നടക്കുന്നത്, ചലിക്കുന്നത് ഓക്കെയാണ്, പക്ഷേ അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ എന്ത് ചെയ്യണം, നമ്മൾ ടെസ്റ്റുകൾ ചെയ്യണം അല്ലേ. ടെസ്റ്റ് ചെയ്ത് എത്ര ആളുണ്ട്? ഷുഗർ ലെവൽ ടെസ്റ്റ് മിക്കവാറും നടത്തും അല്ലേ. ഷുഗറും കൊളസ്ട്രോളൊക്കെ എല്ലാവരും ടെസ്റ്റ് നടത്തും. കഴിയുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വർഷത്തിലൊരു പ്രാവശ്യം നിങ്ങൾ മെഡിക്കൽ ടെസ്റ്റ് നടത്താൻ നിങ്ങൾ തയ്യാറാണ്. മെഡിക്കൽ ടെസ്റ്റ് നടത്തിയ എത്ര ആളുണ്ട്? ഓരോ കൈപൊക്കി. ഗുഡ്സ്. 3 ആൾ മെഡിക്കൽ ടെസ്റ്റ് നടത്തിയത് ഫുൾ ടെസ്റ്റ് ആണോ? വെരി ഗുഡ്സ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മെഡിക്കൽ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്തൊക്കെ പ്രയാസങ്ങളാണ് നമുക്കുള്ളത് നമ്മുടെ ശരീരത്തിനകത്ത്, അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പം മിനിമം നമ്മൾ എന്ത് ചെയ്യാം, ഷുഗറും കൊളസ്ട്രോളും അല്ലേ, ഇത് രണ്ടും നമ്മൾ മിനിമം എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുന്ന നിർബന്ധമാണ്. കൊളസ്ട്രോള് 200 താഴെയുള്ളവരൊന്ന് കൈപ്പൊക്കുക അല്ലെ. 200 മുകളിലുള്ളവർ 220, 250, 300 ഒക്കെ ഉള്ളവരാണ്. ഒന്ന് കൈപ്പൊക്കി. 200 മുകളിലുള്ളവർ കുറച്ച് ആളുകൾ സ്റ്റേജ്. ഓക്കെ, ഇത് ഇവർക്ക് എങ്ങനെ മനസ്സിലായത്? ചെക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അബു സാർ അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ് കൊളസ്ട്രോൾ കൂടുതൽ. എത്രയാണ് ലെവൽ? 250 അല്ലേ. അദ്ദേഹത്തിന് 250 ഉണ്ട്. ഇനി കൊളസ്ട്രോൾ ലെവൽ നിങ്ങൾക്ക് 250 ആണ്, അല്ലെങ്കിൽ 300 ആണ്, 350 ആണ്. നിങ്ങൾ എന്താ വേണ്ടത്? ആ റിസൾട്ട് കിട്ടിയതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യുക? വീണ്ടും പഴയ പോലെയാണ് എത്തുന്നുണ്ട്. കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ 2 ബൈറ്റ് അടിച്ചിട്ട് ഞാൻ മെക്സോന് പോകേണ്ടി പറഞ്ഞ് തിന്നുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ റെഡ് ലൈനാണ്. നിങ്ങൾക്ക് കൊളസ്ട്രോൾ ലെവൽ 200 മുകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നിങ്ങളുടെ ജീവിതശൈലി പൂർണ്ണമായിട്ട് മാറ്റുക. വ്യായാമം ചെയ്തോളൂ, മാക്സിമം ചെയ്യുന്നുണ്ട്. കൂടാതെ ഭക്ഷണത്തിൽ പോയി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭക്ഷണം വെജിറ്റേറിയൻ ആയിരിക്കണം. ഒരു മാസം നിങ്ങൾ എന്ത് ചെയ്യുക, പിടിച്ച് നിൽക്കുക, പൂർണ്ണമായിട്ട് വെജിറ്റേറിയനിലോട്ട് വരിക. കരിച്ചതും പൊരിച്ചതും മറ്റൊക്കെ പരിപാടികളൊക്കെ കംപ്ലീറ്റ് എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യാം, സലാഡ് കൂട്ടിയും കൊണ്ട് എന്ത് ചെയ്യാം, ഭക്ഷണ രീതിയിൽ നല്ല നിലയിൽ എന്ത് ചെയ്യുക, നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, കൊളസ്ട്രോൾ ലെവൽ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ചെക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, 200 താഴെ വന്നിരിക്കും, 200 ലെവലിലേക്ക് എത്തിയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ആ ബോധം അല്ലേ, എൻ്റെ കൊളസ്ട്രോൾ കൂടുതലാണ്, ഞാൻ പഴയപ്പോൾ എന്ത് തിന്ന് നടന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ആരോഗ്യത്തെ നിങ്ങൾക്ക് പിടിച്ചു കെട്ടാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അത്ര 200 എബോവ് ഉള്ളവർക്ക് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ എത്ര രൂപ ചിലവ് വരുന്നത്? 100 രൂപ. എത്ര? 70 രൂപ അല്ലേ. 70 രൂപ എല്ലാവരുടെ കയ്യിലുണ്ട് 70 രൂപ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കൊളസ്ട്രോളും ഷുഗറും മിനിമം ചെക്ക് ചെയ്യുക. കൊളസ്ട്രോൾ 200 എബോവ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക,
പൂർണ്ണമായിട്ടും വെയിറ്റ് ഭക്ഷണമായിട്ട് വരിക. മെക്സോൺ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വൈകുന്നേരം കൂടി നിങ്ങളുടെ വീടുകളിൽ നിന്ന് വ്യായാമം ഒന്നും കൂടി ചെയ്യുക, അല്ലെങ്കിൽ അരമണിക്കൂർ കൂടുതൽ എക്സ്ട്രാ നിങ്ങൾ എന്ത് ചെയ്യുക, വാക്കിംഗ് ചെയ്യുക, നടക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരു മാസം നിങ്ങൾ എന്ത് ചെയ്യുക, പിടിച്ച് നിൽക്കുക, വീണ്ടും എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അത് ആ ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ 200 താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ പഴയ പോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക, ബ്രേക്ക് ഡൗൺ അല്ലേ. പെട്ടെന്ന് ഈ 250 300 ആവും, അങ്ങനെ പോയി നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാൻ കാരണം? ഈ കൂടിയ കൊളസ്ട്രോൾ എന്ത് ചെയ്യും, ശരീരത്തിനകത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കൂടിയ അളവിൽ കഴിക്കുമ്പോഴാണ് ചെയ്യുന്നത് ഈ കൊളസ്ട്രോൾ ശരീരത്തിനകത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഉച്ചക്കും കഴിച്ചു ബിരിയാണി, രാത്രിയും കഴിച്ചു അല്ലേ, ഒരു പാർട്ടി, പിന്നെ 12 മണി 11 മണി കിട്ടി അതിനും പോയി അതിനും തൊട്ടു. കാരണം നമ്മളെ സ്റ്റൊമക്ക് എന്ത് ചെയ്യുന്നത്, നമ്മളെ ആമാശയം എന്ത് കഴിച്ചാലും എന്ത് ചെയ്യുന്നത്, തീരുന്നുണ്ട്, നന്നായിട്ട് ദാനം കിട്ടുന്നുണ്ട് അല്ലേ. മെക്സോൺ ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുമോ. ഉച്ചക്ക് കഴിച്ചു 7 മണിക്കും കഴിക്കാം, പിന്നെ ഒരു 10 മണി കിട്ടി അപ്പോഴും തൊട്ടാം, അപ്പോഴും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങളുടെ ആമാശയം നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യുന്നത്, ഡൈജഷൻ തരും. പക്ഷെ എന്ത് ചെയ്യും, ആ പവർ, ആ ഊർജ്ജം എന്ത് ചെയ്യുന്നത് ശരീരത്തിന് നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ കഴിച്ച ഭക്ഷണം എന്ത് ചെയ്യും, ശരീരം നിങ്ങൾ ഡൈജസ്റ്റ് ചെയ്യും, പക്ഷേ ആ ഊർജ്ജം ശരീരത്തിന് വേണം. ഊർജ്ജം എന്ത് ചെയ്യും, ശരീരത്തിനകത്തോട്ട് കെട്ടിക്കിടക്കും. ആ കെട്ടിക്കിടക്കുന്ന ഊർജ്ജമാണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് കൊളസ്ട്രോൾ ആയിട്ട് വരുന്നത്. അങ്ങനെ അപ്പം എന്ത് ചെയ്യും, അപ്പോൾ നിങ്ങൾ ഭക്ഷണം എന്ത് ചെയ്യുന്നത്, രാത്രി 7 മണിക്ക് കഴിച്ച് പിറ്റേന്ന് രാവിലെ 7 മണിക്ക് ഭക്ഷണം കഴിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ എക്സസീവ് ആയിട്ടുള്ള കൊളസ്ട്രോൾ ഒക്കെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ശരീരം തന്നെ എന്ത് ചെയ്യും, വലിച്ചെടുക്കും അല്ലേ. അപ്പോൾ എക്സ്ട്രാ കൊളസ്ട്രോൾ എന്ത് ചെയ്യും, നിങ്ങൾ രാവിലെ വന്നിട്ട് എക്സസീവായിട്ട് വാക്കിംഗ് ചെയ്യുക, വ്യായാമം ചെയ്യുക, എന്ത് ചെയ്യും, നിങ്ങളുടെ ശരീരത്തിലുള്ള എക്സ്ട്രാ കൊളസ്ട്രോൾ എന്ത് ചെയ്യും, ശരീരം വലിച്ചെടുക്കും. അപ്പം എക്സസീവ് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കെയർ ചെയ്യുക. അതില്ലെങ്കിൽ എന്ത് ചെയ്യും, പിന്നീട് ഒരിക്കൽ നമ്മുടെ ശരീരത്തിനകത്ത് എന്ത് ചെയ്യും, ബ്ലോക്കേജുകളായിട്ട് രൂപാന്തരപ്പെട്ടിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ ശരീരത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതേപോലെ അത് ഹാർട്ട് അറ്റാക്കിനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ശരിയാണോ? ഗുഡ്സ്. അടുത്ത എന്താണ്, ഷുഗർ ലെവൽ അല്ലേ. ഷുഗർ ലെവൽ ഒരു 200 മുകളിലുള്ള ആരെങ്കിലും ഉണ്ടോ? 200. ഓ, പിന്നെ ഷുഗർ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നമുക്ക് വേണ്ട എത്രയാണ്, 70 മുതൽ 110. ഭക്ഷണം കഴിച്ചാൽ എത്രയാണ് വേണ്ടത്, 110 മുതൽ 140 അല്ലേ. നിങ്ങൾക്ക് എത്രയുണ്ട്, 20 മുകളിലുണ്ട്. ഓക്കെ, അപ്പോൾ ഷുഗർ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാം, നമ്മളെന്താ വേണ്ടത്, ഞാൻ കിച്ചണിൽ ഒരു ഐറ്റം കൂടെ മാറ്റാൻ പറയാൻ വിട്ടുപോയി. കിച്ചണിൽ നമുക്ക് വേണ്ടത് പഞ്ചസാര ഉണ്ടായിക്കോട്ടെ. എന്ത് ചെയ്യുക, നിങ്ങൾ വീടുകളിൽ ജ്യൂസ് കഴിക്കുമ്പോൾ എന്ത് ചെയ്യുക, പഞ്ചസാര ഇട്ട് ജ്യൂസ് കഴിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. വേണമെങ്കിൽ കുറച്ചിട്ടുള്ളൂ, പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക, ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക. വീടുകളിൽ പഞ്ചസാര കുറയ്ക്കുക. പിന്നെ നിങ്ങൾ ചായയിൽ നിങ്ങൾ നമുക്ക് പ്രായം കൂടിയിട്ട് അല്ലേ, 50-60 വയസ്സുള്ളവരാണ്, നമ്മൾ എന്ത് ചെയ്യാം, പഞ്ചസാര എന്ത് ചെയ്യാം, യൂസ് മിനിമൈസ് ചെയ്യാം, കുറച്ച് ഉപയോഗിക്കാം. വേണമെങ്കിൽ കുറച്ചിടുക, കൂടുതൽ പഞ്ചസാര ഉപയോഗം എന്ത് ചെയ്യുക, കുറയ്ക്കാം. വീടുകളിൽ പഞ്ചസാര വെച്ചോളൂ, പക്ഷേ എന്ത് ചെയ്യുക, ഉപയോഗം നിങ്ങൾ എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക, കുറച്ച് കൊണ്ടുവരിക അല്ലേ. ഏറ്റവും വലിയ പ്രശ്നമാണ് പ്രമേയം. പക്ഷേ പ്രമേയം ഒരു പ്രാവശ്യം പിടിപെട്ട് കഴിഞ്ഞാൽ നമുക്ക് A to Z നമ്മൾ എന്ത് ചെയ്യും, എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു മാരക രോഗമാണ് പ്രമേയം. നമ്മൾ അങ്ങനെ എഴുതിത്തള്ളാൻ പറ്റില്ല പ്രമേയം ഉണ്ടെങ്കിൽ. അപ്പോൾ വളരെ കെയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്രമേയത്തെ നമ്മൾ വരുതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് മെക്സോൺ വഴി പ്രമേയം പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വരുതി വരുന്നുണ്ട്. ഉണ്ടോ? ഇപ്പം നമ്മൾ മൊമാലി സാർ പറഞ്ഞു, അദ്ദേഹത്തെ 200-250 ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പം നോർമലിലേക്ക് എത്തി. എങ്ങനെ ചെയ്യുന്നത്, മെക്സോണിൻ്റെ വ്യായാമം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അതിന് പ്രാപ്തമാക്കുന്നുണ്ട്. ഉണ്ടോ അല്ലേ? ഏറ്റവും വലിയ വ്യായാമം മെക്സോണിൽ ചെയ്യുന്നത് ടോ ജമ്പ്, അതേപോലെ ജമ്പിങ് ജാക്സ്. ഈ ടോ ജമ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കാഫ് മസിൽസ് അല്ലേ, കാലിനകത്ത് ചെറിയ മസിലില്ലേ, ജമ്പ് ചെയ്യുമ്പോൾ ആ മസിലിനാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, അതിന് ഇമ്പാക്റ്റ് കിട്ടുന്നത്. അങ്ങനെ അത് ഒരു സെക്കൻഡ് ഹേർട്ടാണ്. അപ്പോൾ അവിടുത്തെ ബ്ലഡ് എന്ത് ചെയ്യും, പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും, സർക്കുലേഷൻ എന്ത് ചെയ്യും, അവിടെ കെട്ടിക്കിടക്കില്ല. ശരീരത്തിനകത്ത് നിന്ന് എന്ത് ചെയ്യും, അതിന് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും, സർക്കുലേഷൻ നടന്നുകൊണ്ടേയിരിക്കും. ആ ബ്ലഡ് കെട്ടിക്കിടക്കില്ല. അങ്ങനെ എന്ത് ചെയ്യും, ശരീരത്തിനകത്ത് കംപ്ലീറ്റ് എന്ത് ചെയ്യും, എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന സംഭവം തന്നെ ഉണ്ടാവില്ല. അത് കംപ്ലീറ്റ് എന്ത് ചെയ്യും, സെൻസിറ്റിവിറ്റി, നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇൻസുലിൻ എന്ത് ചെയ്യും, ഒക്കെ ആഗിരണം ചെയ്യാനുള്ള ഒരു കഴിവും ക്ഷമതയും ഉണ്ടാകും. അതുവഴി നമ്മുടെ ശരീരത്തിനകത്തുണ്ടായി എക്സ്ട്രാ നമുക്ക് വരുന്ന ഷുഗർ, പ്രമേയത്തിനൊക്കെ എന്ത് ചെയ്യും, ശരീരം വലിച്ചെടുക്കും. അപ്പോൾ വ്യായാമം ചെയ്യുന്ന വഴി എസ്പെഷ്യലി മെക്സോണിൽ, അതുകൊണ്ടാണ് മെക്സോണിൽ നമ്മൾ എന്ത് ഈ വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് ഷുഗർ ലെവൽ കുറയാൻ കാരണം. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, നിർത്തുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് എന്താ വേണ്ടത് അല്ലേ, എല്ലാ കാര്യങ്ങളും ചെയ്തു, ഒരു കാര്യം ബാക്കിയുണ്ട്. എന്താണ് ഒന്ന് പറയാം, എന്താ ഇനി ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട്, ഉറക്കം അല്ലേ. ഗുഡ്സ്. ഉറക്കത്തിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ക്ലാപ്പിംഗ് ചെയ്യും. 5 അപ്പോഴേ ഉറക്കാണ് നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം. മെക്സാന് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് എന്താ അറിയോ, നമ്മൾ രാത്രി അല്ലേ, ഏറ്റവും നമുക്ക് ആരോഗ്യം നഷ്ടപ്പെടുന്ന മേഖലയാണ് ഉറക്കം അല്ലേ. നമുക്ക് രാത്രി തന്നിരിക്കുന്നത് പക്ഷി മൃഗാദികളെ പോലെ തന്നെ മനുഷ്യൻ എന്ത് ചെയ്യണം,
ആ സമയമാകുമ്പോൾ കിടന്നുറങ്ങിക്കോ. പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ അപകടം എന്താണ്? നമ്മുടെ മൊബൈലാണ് അല്ലേ? ഒരു ഡൈനാമിക് ആറ്റം നമ്മുടെ കയ്യിലുണ്ട്. അത് വെച്ച് നമ്മൾ കിടന്നുറങ്ങാൻ പോയിട്ട് ലൈറ്റും കെടുത്തി നമ്മൾ ബെഡിൽ കിടന്നുകൊണ്ട് ഇത് നോണ്ടാൻ പോയി കഴിഞ്ഞാൽ അവിടെ എത്തും രാത്രി 11-12 മണിയൊക്കെ ആവും. അപ്പം നിങ്ങൾ കിടന്നുറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം കിട്ടും? ഉറക്കം കിട്ടില്ല. നിങ്ങളെ ആ ക്വാളിറ്റി സ്ലീപ്പ് നിങ്ങൾ നഷ്ടപ്പെടും. അപ്പം 60 വയസ്സ് 50 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് മിനിമം 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം വേണം. 7 മണി മുതൽ 8 മണിക്കൂർ. ഇനി മിനിമം 7 മണിക്കൂർ ഉറങ്ങുന്നവരുണ്ടാവുന്ന ധൈര്യപൂർവ്വം കൈപൊക്കി. രാത്രി 7 മണിക്കൂർ ഉറങ്ങണം. 7 മണിക്കൂർ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ ഉറങ്ങണം? 10 മണിക്കൂർ ഉറങ്ങണം. 10, 11, 12, 1, 2, 3, 4, 5 മണിക്ക് എണീക്കാൻ പറ്റും അല്ലേ? 7 മണിക്കൂറായി. 7 മണിക്കൂർ ഞാൻ ഉറങ്ങാറുണ്ട്. കൈപൊക്കി. ഗുഡ്സ്, വെരി ഗുഡ്സ്. ഏറ്റവും നല്ല ആരോഗ്യം കിട്ടുന്ന ഒരു മേഖലയാണ് നിങ്ങളെ ഉറക്കം. നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഉറക്കം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, ഒരു 7 മണിക്കൂർ നിങ്ങൾ ഉറങ്ങിയിരിക്കണം എന്നുള്ളതാണ്. ഉറങ്ങിയാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ തയ്യാറാകുമ്പോൾ ഒരു 9:00 നിങ്ങളുടെ മൊബൈൽ മാറ്റി വെക്കുക. 10 മണിക്ക് പോയി കിടന്നുറങ്ങുക. ആ ശീലത്തിലേക്ക് വരിക. എന്നാലേ നമുക്ക് ആരോഗ്യത്തെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. നിങ്ങൾ 12 മണിക്ക് ഉറങ്ങിയിട്ട് 3 മണിക്ക് എണീക്കുന്ന വീരന്മാരുണ്ട്. എന്നിട്ട് പറയും എനിക്ക് അത്ര ഉറങ്ങിയാൽ മതി, ഞാൻ അത്രേ ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞാണ്. പക്ഷെ അത് അവരുടെ വങ്കത്തരാണ്, വിഡിത്തരാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യും? അത് നമ്മുടെ ആരോഗ്യത്തെ ഭയങ്കരമായിട്ട് പ്രതികൂലമായി ബാധിക്കും. അത്തരം വിഡിത്തരത്തിനൊന്നും ആരും പോകരുത്. ഞാൻ 12 മണിക്ക് ഉറങ്ങിയാൽ 3 മണിക്ക് ഞാൻ ആക്കുകയാണെന്ന് അറിഞ്ഞ് നടക്കുന്നവരൊക്കെ ഉണ്ടാവും. ഒക്കെ ഭയങ്കര അബദ്ധം, വിഡിത്താണ്. നിങ്ങൾ ഉറങ്ങേണ്ടതിൻ്റെ മിനിമം ഒരു 6 മുതൽ 7 മണിക്കൂർ തീർച്ചയായിട്ടും ഉറങ്ങാം. കഴിഞ്ഞ ഉച്ചക്കൊക്കെ ഫ്രീ ആണെങ്കിൽ, ഇനി രാത്രി ഉറക്കം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? അത് ടോപ്പപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? 1 മണിക്കൂർ ഉറങ്ങാൻ പറ്റും, ഉറങ്ങാം കേട്ടോ. അപ്പോൾ അത് ഉറക്കം നിങ്ങളെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്ന ഏറ്റവും മുഖ്യമായിട്ട് പങ്കുവഹിക്കുന്ന ഘടകമാണ്. അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക? പൂർണ്ണമാക്കുക. അപ്പോൾ എൻ്റെ സർക്കിൾ പൂർണ്ണമായി. ആണോ? പൂർണ്ണമായോ? മെക്സിന് വേണ്ടിയിട്ട് ഉറങ്ങുന്നത് ശുക്കൂർ ഫാറു ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ആയില്ലേ? ഇതൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്കൊരു ഒരു സാധനം കൂടെ ബാക്കിയുണ്ട്. ഇപ്പോൾ ആ റൗണ്ട് കംപ്ലീറ്റ് ആവും, ഒന്നും കൂടെ ബാക്കിയുണ്ട്. ബാക്കിയൊക്കെ കംപ്ലീറ്റ് ആണ് അല്ലേ? വ്യായാമം ചെയ്തു, ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു, നന്നായിട്ട് ഉറങ്ങി. ഇനി ഒരു ഗ്യാപ്പ് കൂടി അവിടെ ഉണ്ട്. അതെന്താണ്? കുടിയോ? നിങ്ങൾ കുളിച്ച് ഒരു കൊല്ലം കുളിച്ചിട്ട് നിങ്ങൾ ജീവൻ പോകില്ല. എന്താണ്? മനസ്സ്. ഗുഡ്സ്. സാമൂഹിക ആരോഗ്യം അല്ലേ? മനുഷ്യന് സാമൂഹ്യ ജീവിയാണ്. ആണോ അല്ലേ? ആണോ? ഒറ്റപ്പെട്ടാണോ ജീവിക്കേണ്ടത്? അല്ല, നമ്മൾ സാമൂഹ്യ ജീവിയാണ്. നമുക്ക് മാനസികാരോഗ്യം, നമ്മുടെ സൗഹാർദ്ദങ്ങളൊക്കെ എന്താണ്? വളരെ വിലപ്പെട്ടതാണ്. അങ്ങനെ സാമൂഹികമായിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ ജീവിക്കാൻ തയ്യാറാണെങ്കിലേ നമുക്ക് എന്ത് ചെയ്യും? ആരോഗ്യം പൂർണ്ണമാകുകയുള്ളൂ. അല്ല ജിമ്മിൽ പോയിട്ട് വെയിറ്റ് എടുത്ത് പൊക്കിയിട്ട് ഒരാളെ കണ്ടെങ്കിൽ കാണാത്തേക്ക് മസിൽ പിടിച്ച് പോകേണ്ട ആരോഗ്യം ഉണ്ടാവുമോ? നിലനിർത്താൻ കഴിയില്ല. നമുക്ക് വേണ്ട എന്താണ്? ആളുകൾ കണ്ടാൽ ഫേസ് ചെയ്യാനും ചിരിക്കാനുള്ള ടെൻഡൻസി മുഖത്ത് വേണം അല്ലേ? ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം മെക്സിക്കോക്കാർ എവിടെ പോയി കഴിഞ്ഞാൽ തമ്മിൽ കണ്ടാൽ ഭയങ്കര സന്തോഷമാണ് അല്ലേ? ആ ഒരു സന്തോഷം, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്, ഒരു സൗഹൃദം അല്ലേ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സൗഹൃദത്തെ കൂട്ടായ്മ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമുക്ക് അതിജീവിക്കാൻ പറ്റും. മാനസികമായിട്ട് ഏറ്റവും വലിയ ബോഡി ഉണ്ടാക്കി നടന്നും കാര്യമില്ല. നമ്മളെ എന്താണ് AK മുസ്തഫ സാർ പറഞ്ഞ പോലെ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മൂപ്പര് പറഞ്ഞ പോലെ, നമ്മൾക്ക് വേണ്ടത് ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ആരോഗ്യമുള്ള മനസ്സ് കൂടി വേണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഫില്ലാവുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എസ്പെഷ്യലി മെക്സിക്കോക്കാർ എവിടെയും എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് ആരും നിൽക്കാണ്, എല്ലാം മുന്നോട്ടാണ്. ആരെയും എന്ത് ചെയ്യുന്നത്? മുന്നിൽ പോയിട്ട് ഫേസ് ചെയ്യാനും സംസാരിക്കാനും കളിക്കാനൊക്കെ ചിരിക്കാനും എവിടെയും എല്ലായിടത്തും മെക്സിക്കോക്കാരുണ്ട്. ഉണ്ടോ? നിങ്ങളെല്ലാം കോൺഫിഡൻ്റ് ആണോ? പോരാ. നിങ്ങളതിന് കോൺഫിഡൻ്റ് ആണോ? Yes, I am confident. ഒന്ന് പറയും. Yes, I am. Yes, അതാണ് നിങ്ങളെ വിജയം. നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ നമ്മുടെ ഏറ്റവും വലിയ നേട്ടമാണ് ഈ ഒരു കൂട്ടായ്മ. ഇതിന് ഒരിക്കലും നമ്മൾ വില കുറച്ച് കാണാൻ സംഭവിക്കും. നിങ്ങളുടെ കയ്യിൽ ലക്ഷങ്ങളുണ്ടാവട്ടെ, കോടികളുണ്ടാവട്ടെ, ബംഗ്ലാവുണ്ടാവട്ടെ, കാറുണ്ടാവട്ടെ, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സൗഹാർദ്ദത്തെ കൂട്ടിപ്പിടിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടുമ്പോൾ ചിരിക്കാനും കൈ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ മാനസികാവസ്ഥ വലിയ രീതിയിൽ നമുക്ക് സന്തോഷം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇവിടെ ഈ മെക്സിക്കൻ കൂട്ടായ്മയിൽ നിങ്ങൾ എന്തൊക്കെയാണ് കിട്ടുന്നുണ്ട്? ആരോഗ്യത്തിന് വേണ്ടിയിട്ട് 4 ഐറ്റംസ്, 4 ഹോർമോൺസ് കിട്ടുന്നുണ്ട്. ഈ ഹോർമോൺസ് ഒന്നും തന്നെ നമുക്ക് കടകളിൽ പോയാൽ വാങ്ങാൻ കിട്ടില്ല അല്ലേ? ഇത്രയും കാശുണ്ടെങ്കിൽ പോലും നമുക്ക് ആരോഗ്യം കിട്ടുമോ?
ഹോസ്പിറ്റലുകളിൽ പോയാൽ നഷ്ടപ്പെട്ട ആരോഗ്യത്തെ പതുക്കെ അവരിത് റിപ്പയർ ചെയ്ത് തരും, പക്ഷെ ആരോഗ്യം കിട്ടുമോ? ഇല്ല, അല്ലേ? അപ്പോൾ ആരോഗ്യം നഷ്ടപ്പെടുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആരോഗ്യവാന്മാരായിട്ട് ജീവിക്കുക. നമുക്ക് കിട്ടുന്ന 4 ഹോർമോൺസ് ആണ് എൻഡോഫിൻ, ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറാട്ടോണിൻ. ഇങ്ങനെ 4 വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹോർമോൺ, സന്തോഷത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ എന്ത് ചെയ്യും ഹോർമോൺസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഈ ഒരു കൂട്ടായ്മ വഴി. അങ്ങനെ എന്ത് ചെയ്യുന്നത്? നമ്മുടെ മാനസികാവസ്ഥ വലിയ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് സന്തോഷം, അല്ലേ? നമ്മൾ എത്രത്തോളം സന്തോഷമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ മറന്നു പോയിട്ടുണ്ടോ? മറന്നോല്ലേ? ഇല്ലേ? പണ്ട് നിങ്ങൾക്ക് മൂഡ് ഔട്ടില്ലായിരുന്നു, അല്ലേ? എന്താണ് അത് ഇതെന്ന് പറഞ്ഞിട്ട് ചിന്തിക്കും. ഇപ്പം അങ്ങനെ ചിന്തകളുണ്ടോ? ഉണ്ടോ? അല്ലേ? ഹാപ്പിയാണോ? യെസ്, ഐ ആം ഹാപ്പി, അല്ലേ? അപ്പം ഞങ്ങൾ എന്ത് പറയണം? ക്ലാപ്പിംഗ് ചെയ്തതിന് ശേഷം യെസ് ഐ ആം ഹാപ്പി നിങ്ങൾ എന്ത് ചെയ്യും? കൈകൾ പൂർണ്ണമായിട്ട് പൊക്കി ചെയ്യാം. ഓക്കെ, റെഡി? 3 5 ലാസ്റ്റ് യെസ് ഐ ആം ഹാപ്പി. ഓക്കെ, റെഡി? 5 5 5 യെസ് ഐ ആം ഹാപ്പി. ഗുഡ്. അങ്ങനെ അപ്പം നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ആയിരിക്കും, അല്ലേ? നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തു, നമ്മുടെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത എന്താണ്? നമ്മുടെ ഈ കൂട്ടായ്മ, അല്ലേ? ഇത് ഇനി നിങ്ങൾക്കുള്ള ഒരു ഡ്യൂട്ടിയാണ് തരാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക? മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടിയാണ് നിങ്ങളേക്ക് തരുന്നത്. ഇവിടെ നമുക്ക് നിങ്ങളെല്ലാവരും തന്നെ ഇതിൻ്റെ ട്രെയിനേഴ്സാണ്, ഇതിൻ്റെ വക്താക്കളാണ്. വളരെ സിമ്പിളാണ് നമ്മളെ എക്സസൈസ്, അല്ലേ? ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ അച്ഛനമ്മമാർക്ക്, ഉപ്പമ്മമാർക്ക്, ചേട്ടത്തിമാർക്ക്, അല്ലെങ്കിൽ ചേട്ടന്മാർക്ക്, അയൽവാസികളൊക്കെ എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കുക, ചെയ്യിപ്പിക്കുക, അല്ലേ? നമ്മുടെ നാട്ടിൽ പാലിയേറ്റീവ് കെയർ വരാൻ കാത്തു നിൽക്കണം. നിങ്ങൾ